നമസ്കാരം. കേരളത്തിൽ അതിദരിദ്രർ ഇല്ലാതാവുകയാണ്. പ്രഖ്യാപനം നാളെ നടക്കും. എന്നാൽ കേരളത്തിലെ അതിദരിദ്രരെ സർക്കാർ കണ്ടെത്തിയത് എങ്ങനെയാണ് എന്ന് ചോദിക്കുന്നു സാമ്പത്തിക വിദഗ്ധരും സാമൂഹിക പ്രവർത്തകരും. 60,000-ഓളം പേരാണ് സർക്കാർ കണക്ക് പ്രകാരം സംസ്ഥാനത്ത് ഉണ്ടായിരുന്ന അതിദരിദ്രർ. അവരുടെ ദാരിദ്ര്യം ഇല്ലാതാക്കിയെന്നാണ് സർക്കാരിൻ്റെ അവകാശവാദം. കേരളത്തിൽ 6 ലക്ഷത്തോളം അന്ത്യോദയ പദ്ധതി പ്രകാരം സൗജന്യ റേഷൻ വാങ്ങുന്നവരുണ്ട്. അവർ അതിദരിദ്രരാണോ എന്നത് വലിയ ചോദ്യമാണ്. എങ്ങനെയാണ് സർക്കാർ അതിദാരിദ്ര്യം ഇല്ലാതാക്കിയത്? സ്വാഗതം സ്പെഷ്യൽ ഡിഷിലേക്ക്. നമ്മോടൊപ്പം അതിഥികളായി CPM വക്താവ് ഡോക്ടർ PK ഗോപൻ, കോൺഗ്രസ് വക്താവ് റിജിൽ മാക്കുറ്റി, സാമൂഹിക പ്രവർത്തക വിനീത വിജയൻ എന്നിവർ. ആദ്യം ഡോക്ടർ PK ഗോപൻ. PK ഗോപൻ, എന്ത് പഠനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ അതിദരിദ്രരെ കണ്ടെത്തിയതെന്ന ചോദ്യം ഇന്നലെ കുറച്ച് സാമൂഹിക പ്രവർത്തകരും സാമ്പത്തിക വിദഗ്ധരൊക്കെ ചോദിച്ചിരുന്നു. ഈ കണക്ക് എങ്ങനെയാണ് സർക്കാരിന് ലഭിച്ചത്? അതിന് വെളിയിലുള്ള ദരിദ്രരോ അതിദരിദ്രരോ പരമദരിദ്രരോ ഉണ്ടോ? ഇത് കേരളത്തിൽ 2021 മെയ് മാസത്തിലാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പ്രഖ്യാപിക്കുന്നത്. അതോടൊപ്പം തന്നെ അന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന ഇപ്പോഴത്തെ CPM സംസ്ഥാന സെക്രട്ടറി ശ്രീ MV ഗോവിന്ദൻ മാഷ്, അദ്ദേഹം തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ മന്ത്രിയായിരുന്നു. അദ്ദേഹം ഇത് കേരളത്തോട് വിശദീകരിച്ചതാണ്. കേരളത്തിലെ അതിദരിദ്രരെ കണ്ടെത്തി അവരെ ദാരിദ്ര്യ മുക്തിയിലേക്ക് കൊണ്ടുപോവുക എന്നുള്ള ഒരു കർത്തവ്യം ഞങ്ങൾ ഏറ്റെടുക്കാൻ പോവുകയാണ്. ഇതിനുവേണ്ടി നമുക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് ഇതിൻ്റെ മുഖ്യമായ പ്രവർത്തന കേന്ദ്രം. എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും പൊതുവെ പങ്കാളിത്തമുള്ള ഒന്നാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ. ആ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കിലയുടെ നേതൃത്വത്തിൽ എങ്ങനെയാണ് ഇതിൻ്റെ പ്രോസസ്സിംഗ് എന്നുള്ളത്, ഇതിൻ്റെ പ്രവൃത്തി പഥങ്ങൾ എന്നുള്ളത് കൃത്യമായ ഒരു കൈപ്പുസ്തകം തന്നെ അക്കാലത്ത് പ്രസിദ്ധീകരിക്കുകയുണ്ടായി. കിലയുടെ ഡയറക്ടർ, അതുപോലെ പ്ലാനിംഗ് ബോർഡുമായി ബന്ധപ്പെട്ടവർ, തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവർ, ഇങ്ങനെയുള്ള വിവിധ ആളുകളുടെ സംഘാതത്തോടു കൂടി ലക്ഷക്കണക്കിന് ആളുകൾക്ക് ആവശ്യമായ പരിശീലനം നൽകി. എന്ന് പറഞ്ഞാൽ ഒരു വാർഡിൽ അല്ലെങ്കിൽ ഒരു ഡിവിഷനിൽ ഒരു ഉദ്യോഗസ്ഥനും അല്ലെങ്കിൽ ഉദ്യോഗസ്ഥയും 2 സന്നദ്ധ പ്രവർത്തകരെയും ചേർത്തുകൊണ്ട് നടത്തിയ സർവേ. ആ സർവേയിലൂടെ അതിന് ഏതാണ്ട് 4 ലക്ഷം പേർക്ക് പരിശീലനം തന്നെ നൽകി. ആ സർവേ, അതുപോലെ അതിൻ്റെ റിസോഴ്സ് പേഴ്സൺസ്, ഇങ്ങനെ തുടങ്ങിയ ടീം വീട് വീടാന്തരം കയറി ഇറങ്ങി കുടുംബശ്രീയുടെ സഹായത്തോടു കൂടി മറ്റ് സാമൂഹിക സംഘടനകളുടെ പിന്തുണയോടുകൂടി വീട് വീടാന്തരം കയറി ഇറങ്ങി ഗവൺമെൻറ് പ്രഖ്യാപിച്ചിട്ടുള്ളൊരു ഫോമാറ്റുണ്ട് ഇതിനകത്ത്. ഓരോരുത്തരെയും കണ്ടെത്തുക, ക്ലേശഘടകങ്ങൾ, അവരുടെ തീവ്ര ക്ലേശഘടകങ്ങൾ, അവരേതെല്ലാം മേഖലയിൽ എന്നുള്ളത്, വീടില്ലാത്തവർ, ഭൂമി ഇല്ലാത്തവർ, കടത്തിണ്ടയിൽ കഴിയുന്നവർ, ആശുപത്രി വരാന്തകളിൽ കഴിയുന്നവർ, ആരാധനാലയങ്ങളിൽ കഴിയുന്നവർ, ഇങ്ങനെ വ്യത്യസ്തമായി കിടപ്പ് രോഗികൾ, ആരും സഹായിക്കാതെ ഭക്ഷണം കഴിക്കാൻ നിവൃത്തിയില്ലാത്തവരാണ് ഇതിൻ്റെ കേന്ദ്രബിന്ദു എന്ന് പറഞ്ഞാൽ. ഏതെങ്കിലും തരത്തിലൊരു ഏണിങ്സ് ഇല്ലാത്ത ഒരു കുടുംബം, ചിലപ്പോൾ ഭിന്നശേഷിക്കാരായിരിക്കാം, ചിലപ്പോൾ ഒറ്റയ്ക്ക് കഴിയുന്നവരായിരിക്കാം, അങ്ങനെയുള്ള അതീവ ദുർബലരായ ആളുകളെ സർവേയിലൂടെ കണ്ടെത്തിയിട്ടാണ് അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുന്നതിനുള്ള ഒരു സംവിധാനം രൂപപ്പെടുത്തിയിട്ടാണ് അവരെ അതിൽ നിന്ന് മുക്തമാക്കിയത്. ഒരു സർവേയുടെ അടിസ്ഥാനത്തിലാണ് അതിദരിദ്രരെ കണ്ടെത്തിയത്. ആ അതിദരിദ്രം എന്നുള്ളതിന്റെ മാനദണ്ഡം എന്താണ്? ഇപ്പോൾ UN-ന്റെ മാനദണ്ഡ പ്രകാരം 180-190 രൂപ പ്രതി ദിവസം വരുമാനമില്ലാത്തൊരു വ്യക്തിയാണ് എക്സ്ട്രീം പോവർട്ടി എന്ന് വിളിക്കപ്പെടുന്നത്, അതിദരിദ്രർ എന്ന് വിളിക്കപ്പെടുന്നത്. എങ്കിൽ സർക്കാരിന്റെ മാനദണ്ഡം UN മാനദണ്ഡമായിരുന്നു? UN മാനദണ്ഡം 180 രൂപയിൽ താഴെയുള്ളവരെയാണ് അതിദരിദ്രരെന്ന് പറയുന്നത്. നമ്മൾ ആ മാനദണ്ഡം മാത്രമല്ല കണക്കാക്കിയത്. ഞാൻ നേരത്തെ വിശദീകരിച്ചല്ലോ. ഇവിടുത്തെ മാനദണ്ഡം എന്ന് പറഞ്ഞാൽ, അതിൻ്റെ മുഖ്യമായ കേന്ദ്രബിന്ദു എന്ന് പറഞ്ഞാൽ, ഒരു തരത്തിലും ഒരു കുടുംബത്തിൽ അവരുടെ അധ്വാനത്തിൻ്റെ ഭാഗമായി 10 പൈസ പോലും വരുമാനം ഉണ്ടാക്കാൻ കഴിയാത്ത കുടുംബങ്ങളെയാണ് ആ മേഖലയിൽപ്പെടുത്തിയത്. അത് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ തീരില്ല. കാരണം അതിന് ഒരുപാട് ഘടകങ്ങളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു അത്. അതായത് ഇപ്പം ചികിത്സ വേണ്ടുന്നവർ, അങ്ങനെയുള്ളവർ യാതൊരു തരത്തിലുള്ള ചികിത്സയും ലഭിക്കാതെ കിടപ്പ് രോഗികളായിട്ട് കഴിയുന്നുണ്ടാകാം. അതല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ഏതെങ്കിലും മറ്റ് ബന്ധുക്കളുടെയോ
പൊതുസമൂഹത്തിൻ്റെയോ സഹായത്തിന് മാത്രം വിധേയമായി കഴിയുന്നവരുണ്ടാകാം. അങ്ങനെ ഒരുപാട് ഘടകങ്ങളുണ്ട് അതിൽ. ആ ഘടകങ്ങളെല്ലാം ആ ഫോമിനകത്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അത്തരം ആളുകളെയാണ് അതിദരിദ്രർ. അവർ നേരത്തെ പലരും ചൂണ്ടിക്കാണിക്കാനൊക്കെ പരിശ്രമിച്ചതുപോലെ ഈ BPL എന്നുള്ളതല്ല, പോവർട്ടി ലൈനിന് താഴെ കഴിയുന്നവരെന്നുള്ളതല്ല. അവർക്ക് അങ്ങനെ ഒരു സഹായമുണ്ട്. ഒരു തരത്തിലുള്ള ലിസ്റ്റിലും പെടാത്തവരാണ് ഇവർ. അങ്ങനെയുള്ള ആദ്യത്തെ ആളുകൾ എന്ന് പറഞ്ഞാൽ 1,18,309 കുടുംബങ്ങളെ കണ്ടെത്തി. ഇപ്പോൾ നീതി ആയോഗിന്റെയും ഒക്കെ മാനദണ്ഡ പ്രകാരം നമുക്കിപ്പോൾ ബിലോ പോവർട്ടി ലൈനിന് താഴെ, ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവരുണ്ട്. അതുപോലെ അന്ത്യോദയ അന്ന യോജന പ്രകാരം സൗജന്യ റേഷൻ ലഭിക്കുന്നവരുണ്ട്. ഇതൊന്നും കിട്ടാത്തവരെയാണോ ഈ സർക്കാർ ലിസ്റ്റിൽ പെടുത്തിയിട്ടുള്ളത്? യെസ് അവരൊന്നും, അതാണ് ശ്രീ അജിംസെ, അങ്ങനെയുള്ള ഒരു തരത്തിലുള്ള ഒരു ലിസ്റ്റിലും പെടാത്തവരെ നമ്മൾ വളരെയധികം അധ്വാനിച്ച്, അതായത് 4 ലക്ഷം പേരുടെ അധ്വാനം അതിന്റെ പുറകിലുണ്ട്, സന്നദ്ധ പ്രവർത്തകർ ഉൾപ്പെടെ. അങ്ങനെയുള്ളവർ തെരഞ്ഞു പിടിച്ച് വളരെ സർവേ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതറിയാം, സർക്കാർ അത് കണ്ടുപിടിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെന്ന് വ്യക്തമാണ്. എന്റെ ചോദ്യം, അങ്ങനെയാണെങ്കിൽ ഈ പരമദാരിദ്ര്യം അല്ലെങ്കിൽ അതിദാരിദ്ര്യം എന്നൊക്കെ പറയുന്നതിന്റെ മാനദണ്ഡവും പ്രശ്നമാണല്ലോ. ഇപ്പോൾ ബിലോ പോവർട്ടി ലൈൻ എന്ന് പറഞ്ഞാൽ അവർക്ക് വരുമാനമില്ലാത്തവരല്ല, പക്ഷേ ദാരിദ്ര്യരേഖയ്ക്ക് മുകളിൽ കയറാൻ പാകത്തിന് വരുമാനമില്ലാത്തവരാണ്. ഇപ്പോൾ LDFന്റെ പ്രകടനത്തിൽ പറയുന്ന പരമദരിദ്ര കുടുംബങ്ങൾ ആ ലിസ്റ്റ് തയ്യാറാക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ 4 ലക്ഷം കുടുംബങ്ങൾക്ക് ഇങ്ങനെ 1 ലക്ഷം മുതൽ 15 ലക്ഷം രൂപ വരെ വികസന സഹായം നൽകുമെന്ന് പ്രകടന പത്രികയിൽ, LDFന്റെ പ്രകടന പത്രികയിലുണ്ട്. ഈ പരമദരിദ്രരാണോ ഇവർ? അതല്ല ഈ പരമദരിദ്രരിലെ ഏറ്റവും താഴെക്കടയിലുള്ളവരാണോ? ഇത് ഞാൻ നേരത്തെ പല പ്രാവശ്യം പറഞ്ഞില്ലേ, നിങ്ങൾ ഒരു കുടുംബത്തിൽപ്പെട്ട ഒരാൾ, അയാൾക്ക് അല്ലെങ്കിൽ ആ കുടുംബത്തിന് ഒന്നിലധികം ആയിക്കൊള്ളട്ടെ, അവർക്ക് ഏതെങ്കിലും വിധത്തിലുള്ള ഒരു സർക്കാർ ആനുകൂല്യം ലഭിക്കാതിരിക്കുക, അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിൽ നിന്ന് ഒരാൾ ഒരു ജോലിയിലേക്ക് ഇറങ്ങിയോ എങ്ങനെയെങ്കിലും 10 രൂപ വീട്ടിലേക്ക് വരുമാനം വരാതിരിക്കുന്നവർ, അവരെങ്ങനെയാണ് കഴിഞ്ഞുകൂടുക? ആ ഒരു പ്രശ്നത്തെയാണ് നമ്മൾ മുഖ്യമായി അഡ്രസ് ചെയ്തത്. അത് ഏതാണ്ട് അല്ലല്ലോ. ഗോപൻ പറയുന്ന പ്രകാരമാണെങ്കിൽ അതിനെ ഡിഫൈൻ ചെയ്യുക നമ്മൾ അഗതികൾ എന്നാണ്, ഡെസ്റ്റിറ്റ്യൂട്ട്. അതാണോ ഈ പ്ലാൻ? അല്ല, അഗതികളുടെ കാര്യമാണ്. ഇവർ പരമദരിദ്രെന്ന് പറയുമ്പോൾ അഗതിരഹിത കേരളം എന്നുള്ള ആശയമാണ് ഇടതുപക്ഷ മുന്നണിയുടെ പ്രകടന പത്രികയിൽ മുന്നോട്ട് വെച്ചത്. ആ അഗതിരഹിത കേരളത്തിലേക്ക് നമ്മൾ ഒരുപാട് ദൂരം സഞ്ചരിച്ചിട്ടുണ്ട് അതിനെ മുക്തമാക്കാൻ വേണ്ടി. അതാണ്, ഇത് വെറുതെ വരുന്നതല്ലല്ലോ ശ്രീ അജിംസെ. അതായത് ഞാൻ ഇതിനെ കാണുന്നത് തീർച്ചയായിട്ടും ഒരു 5 വർഷത്തെ തർക്കം വരാൻ കാരണം ഗോപൻ ഞാൻ ചോദിക്കാൻ കാരണം എന്താ വെച്ചാൽ പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ടില്ലേ, പ്രതിപക്ഷ നേതാവ് പറയുന്നത് LDF മാനിഫെസ്റ്റോയിൽ 4 ലക്ഷം പരമദരിദ്രരുണ്ടെന്ന് പറയുന്നു, ഇപ്പോൾ സർക്കാർ കണക്കിൽ അത് 60,000 ഉള്ളൂ എന്ന് പറഞ്ഞ് ചോദ്യം ഉന്നയിക്കുന്നു. ഈ പറയുന്ന സാമൂഹ്യ പ്രവർത്തകരും സാമ്പത്തിക വിദഗ്ധരും ചോദിക്കുന്ന അതേ ചോദ്യമാണ്. ഇപ്പോൾ PK ഗോപൻ വിശദീകരിക്കുന്നതിന് ക്ലാരിറ്റി ഉണ്ട്. അഗതികളെ ഇല്ലാതാക്കലാണ്, ഡെസ്റ്റിറ്റ്യൂട്ടിനെ ഇല്ലാതാക്കലാണെങ്കിൽ നമ്മൾ പ്രഖ്യാപിക്കേണ്ടത് അതീവ ദരിദ്ര നിർമ്മാർജ്ജനമല്ലല്ലോ, അഗതികളുടെ കരകയറ്റുന്ന ഒരു പദ്ധതിയല്ലേ നാളെ പ്രഖ്യാപിക്കേണ്ടത്? നിങ്ങളതിൽ മാഷെ, നിങ്ങൾ ഉപയോഗിക്കുന്ന വാക്കിന്റെ അകത്ത് കയറി പിടിച്ച് അതെങ്ങനെയൊക്കെ എന്നുള്ളതല്ല ഇവിടുത്തെ വിഷയം. വലിയ രാഷ്ട്രീയവും സാമൂഹികവുമായ മാനമുണ്ട് ഗോപൻ. ഒരു അഗതി എന്ന് പറയുന്നതും പരമദരിദ്രൻ എന്ന് പറയുന്നതും ദരിദ്രൻ എന്ന് പറയുന്നതിന് പൊളിറ്റിക്കൽ കണ്ടന്റ് ഉണ്ടതില്ല. അഗതി എന്ന് പറയുന്നതിനും ദരിദ്രൻ എന്ന് പറയുന്നതിനും പരമദരിദ്രൻ എന്ന് പറയുന്നതിനും പൊളിറ്റിക്കൽ കണ്ടന്റ് മാത്രമല്ല അജിംസെ, പൊളിറ്റിക്കൽ കണ്ടന്റ് മാത്രമല്ല, ആ വാക്കുകൾക്കൊക്കെ വാച്യാർത്ഥവും വ്യംഗ്യാർത്ഥവും എല്ലാം ഉണ്ട്. എനിക്കതിന് തർക്കമില്ല. ഞാൻ പറഞ്ഞത് അഗതികൾ, പരമദരിദ്രർ, ഇവരെല്ലാം നേരത്തെ അങ്ങ് തന്നെ കൃത്യമായി ചൂണ്ടിക്കാണിച്ചതുപോലെ BPL കാർഡിനകത്ത് വരും പലരും. കാരണം അവർക്ക് ഒരു ഗവൺമെൻറ് ആനുകൂല്യം ഉണ്ട്, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സഹായമുണ്ട്. BPL ആയി കഴിഞ്ഞാൽ അവർക്ക് മറ്റു ചില സഹായം. ഉദാഹരണത്തിന് സർക്കാർ ആശുപത്രിയിൽ, ഇന്ന് ഞാനത് ചെയ്തിരിക്കുന്ന ഒരാളാണ്, സർക്കാർ ആശുപത്രിയിൽ ഒരു സ്കാനിങ് വേണ്ടി വന്നു കഴിഞ്ഞാൽ അവർക്ക് സ്കാൻ ചെയ്യാൻ അവിടെ റേറ്റ് കുറവാണെങ്കിൽ അത് കയ്യിലെടുക്കാനില്ലാതെ വരും. അപ്പോൾ ഇന്നിപ്പോൾ വന്ന ഒരു കേസ് 3000 രൂപ അവർക്ക് സ്കാനിങ്ങിന് വേണ്ടി വന്നു. അത് ഫ്രീ ആക്കി കൊടുത്തു, നമ്മൾ ഫ്രീ ആക്കി കൊടുക്കാൻ കഴിയുമായിരുന്നു. അപ്പോൾ അത് അവർക്ക് അങ്ങനെ ഒരു സഹായം കിട്ടും. പക്ഷേ ഇത്തരം മേഖലകളിലൊന്നും പെടാതെ, BPL കാർഡും ഇല്ലാതെ, കാർഡ് പോലും സ്വന്തം ആയിട്ടില്ലാതെ, റെക്കോർഡിക്കലല്ലാത്ത ആളുകൾ നമ്മുടെ ഇടയിൽ സൂക്ഷ്മതലത്തിലുണ്ട്. അതിൻ്റെ ഒരു കണ്ടുപിടുത്തം 60,000 അല്ല, അത് കണ്ടുപിടിച്ചത് 1,18,309 ഫാമിലിയാണ് കൃത്യമായിട്ട് പറഞ്ഞാൽ. അത് കണ്ടുപിടിച്ചിട്ട് 58,000 ഫോക്കസ് ഗ്രൂപ്പിലൂടെ അവരെ നമ്മൾ ചർച്ച ചെയ്ത്, അത് വീണ്ടും ചർച്ച ചെയ്തിട്ടാണ് നമ്മുടെ ശുപാർശ സമിതിയുണ്ട്, ആ സമിതിക്കാരെ 87,000 ആയിട്ട് ചുരുക്കി. ആ 87,000 ആളുകളെ മൊബൈൽ ആപ്ലിക്കേഷൻ ഉൾപ്പെടുത്തി അവരുടെ ഇൻഫർമേഷൻ, അവരെക്കുറിച്ചുള്ള വിവരങ്ങൾ
അതിൽ 73,000 പേരെ പ്രയോറിറ്റൈസ് ചെയ്ത് അവരെ മുൻഗണനാ ക്രമത്തിൽപ്പെടുത്തി. ആ 73,000 ലിസ്റ്റ് ഗ്രാമസഭകളിൽ വിട്ടുകൊടുത്തു. ആ ഗ്രാമസഭ ചർച്ച ചെയ്ത് ചിലരെ കൂടി എലിമിനേറ്റ് ചെയ്തു. അങ്ങനെയാണ് 64,006 എന്നിടത്തേക്ക് കണക്കെത്തിയത്. ഇങ്ങനെ ഒരു പ്രോസസ് ഒരു നിമിഷം ഗോപൻ, ഞാൻ കോഴിക്കോട് കോർപ്പറേഷനിൽ താമസിക്കുന്ന ഒരാളാണ്. ഞങ്ങളുടെ വാർഡ് കൗൺസിലർ ഞങ്ങളുടെ വാർഡിൽ അതിദരിദ്രരുടെ ലിസ്റ്റ് എനിക്ക് അയച്ചു തന്നിരുന്നു. അതിൽ അവരുടെ പേര് ഞാൻ പറയുന്നില്ല, അവരുടെ ആവശ്യങ്ങളാണ്. ഒരാൾക്ക് കറണ്ട് ബില്ല്, ഗ്യാസ് ബില്ല് അടയ്ക്കാനുള്ള മാർഗ്ഗം ഉണ്ടാക്കണം, മറ്റൊരാൾക്ക് കറണ്ട് ബില്ല്, ഗ്യാസ് അടയ്ക്കണം, മറ്റൊരാൾക്ക് ഉപജീവന മാർഗ്ഗമായി ഒരു പെട്ടിപ്പീടിക വേണം, മറ്റൊരാൾക്ക് വീട് റിപ്പയറിംഗ് വേണം, മറ്റൊരാൾക്ക് ഉപജീവന മാർഗ്ഗം തന്നെ വേണം, മറ്റൊരാൾക്ക് ആവശ്യം മരുന്നാണ്, മറ്റൊരാൾക്ക് ബില്ലടയ്ക്കാനുള്ള മാർഗ്ഗങ്ങൾ, കിറ്റ് കിട്ടുന്നുണ്ട്, വീട് റിപ്പയർ ലഭിച്ചു, ഒരാൾക്ക് വീട് റിപ്പയർ ലഭിച്ചു, കിറ്റ് കിട്ടുന്നു, ഇങ്ങനെയൊക്കെയാണ്. അതായത് ഇവർ മറ്റ് ക്ഷേമ പദ്ധതികളിലൊന്നുമില്ല എന്ന് ഉറപ്പാക്കുക, എന്നിട്ട് അവരുടെ ആവശ്യം നിറവേറ്റി കൊടുക്കുക. ഇതാണോ ഈ പദ്ധതിയുടെ ലക്ഷ്യം? അല്ല, ഇതിനകത്ത് ഈ കറണ്ട് ബില്ല് എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് വീടുണ്ട്, അവർക്ക് വീടില്ലാത്ത ആളല്ല, സ്വന്തമായി ഭൂമിയുള്ള ആളാണ്, ഇല്ലെങ്കിൽ കറണ്ട് വരത്തില്ല അവിടെ. അപ്പൊ ഇതെല്ലാം പൊതുവെ അങ്ങനെയാണ്. അതിനകത്ത് വാടകയ്ക്ക് ആകാം, വാടകയ്ക്ക് ആകാം. വാടകയ്ക്ക് വരുന്നവരെ നമ്മൾ ഇതിനകത്ത് പെടുത്തിയിട്ടുണ്ട്. എങ്ങനെയാണെന്നറിയോ? അവർക്ക് ലാൻഡ് ഇല്ലാത്തവരെ പ്രത്യേകം ഈ സർവേയിലൂടെ കണ്ടെത്തിയിട്ടുണ്ട്. അതുപോലെ വീടില്ലാത്തവരെ കണ്ടെത്തിയിട്ടുണ്ട്. അതിൽ വീട് കൊടുത്തതുണ്ട്. കുറച്ച് പേർക്ക് അതിനകത്ത് വീട് കൊടുക്കേണ്ടി വന്ന ആളുകൾക്ക് പ്രത്യേകമായി ലൈഫിനകത്ത് ഉൾപ്പെടുത്തി അങ്ങനെ വീട് കൊടുത്ത് പരിഹരിച്ചവരുണ്ട്. അങ്ങനെയൊക്കെയാണ് ഇത് തീർന്നത്. ഈ 66,000 തീരുന്നതാണ്. ചിലർക്ക് ലാൻഡ് ഇല്ലായിരുന്നു, അത് പരിഹരിച്ചു. വീടും ലാൻഡും കൂടെ കൊടുത്ത് 5,000-ലധികം പേർക്ക് വീടും ഭൂമിയും കൂടെ കൊടുത്താണ് അവരുടെ പ്രശ്നം പരിഹരിച്ചത്. അതുപോലെ 87,000-ഓളം ആൾക്ക് ചികിത്സാ സഹായം കൊടുത്തിട്ടാണ് ഈ പ്രശ്നം പരിഹരിച്ചത്. അങ്ങനെ ഓരോരുത്തരുടെ അത് ഒരു വീടിനെ പ്രത്യേകമായിട്ടാണ് കാണുന്നത്. അല്ലാതെ 60,000 പേരെ ആസ് എ ഹോൾ മൊത്തത്തിൽ ഇങ്ങനെ എടുത്ത് കാണുകയല്ല. ഓരോ വീടും ഒരു യൂണിറ്റായിട്ട് കണ്ടുകൊണ്ട് അവരുടെ റിക്വയർമെൻറ്റ്സ് എന്താണ്, അവർക്ക് എന്തൊക്കെയാണ് ആവശ്യങ്ങൾ എന്നുള്ളത് പ്രത്യേകമായി സൂക്ഷ്മതലത്തിൽ കണ്ടുപിടിച്ചിട്ട് അതിന് പരിഹാരം ഉണ്ടാക്കുക ചെയ്തത്. ഇതൊരു ചെറിയ ജോലിയല്ല. ലോകത്ത് ചൈന മാത്രമാണ് ഇത് കൈവരിച്ചത്. അവർക്കുള്ള സോഴ്സ് അവരുടെ സാമ്പത്തിക അവസ്ഥയും അവരുടെ ലോകരംഗത്തെ മാറ്റവും അവരുടെ സാമൂഹ്യ ഘടനയും അവരുടെ അതിൻ്റെ പ്രത്യയശാസ്ത്രമൊക്കെ വളരെ പ്രത്യേകതകളുള്ളതാണ്. ഇന്ത്യയുടെ അത്തരം ജനസംഖ്യയുള്ള രാജ്യം. ഇന്ത്യയിൽ 30 കോടി 26 കോടിക്കും 30 കോടിക്കും ഇടയിലാണ് അതിദരിദ്രർ. ഒരു കണക്കൂടെ പറഞ്ഞാൽ ബീഹാറിൽ 33% ദരിദ്രരുള്ളപ്പോൾ കേരളത്തിൽ അത് പോയിന്റ് കുറവാണ്. 1 പോയിന്റ് കുറവാണ് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 0.5 കേരളത്തിൽ വരുന്നത്. അത് ഞാൻ ഒരു കാര്യം കൂടി പറയാം ശ്രീ അജിംസേ, ഞാനത് നേരത്തെ പറയാൻ ശ്രമിച്ചൊരു കാര്യം, ഈ 5 വർഷം അതിന് കഠിനമായി സർവേയും ഇടപെടലും എല്ലാം നടത്തിയെങ്കിലും ഇതിൻ്റെ അടിസ്ഥാന ഘടകത്തിലേക്ക് നമ്മൾ പോയാൽ 27 വർഷം മുമ്പ് കേരളം ലോകത്തിന് മാതൃകയായി രൂപം കൊടുത്ത കുടുംബശ്രീ പ്രസ്ഥാനവും അതുവഴി സ്ത്രീകളുടെ കയ്യിൽ ചെറിയ വരുമാനം വന്നു തുടങ്ങിയതുമാണ് നമ്മുടെ കുടുംബങ്ങളിലെ ദാരിദ്ര്യം ഇല്ലാതാക്കാനുള്ള അടിസ്ഥാന കാരണം. അതൊക്കെ കൊണ്ടുകൂടിയാണ് നമ്മൾ ഈ ചുരുങ്ങിയ നമ്പറിലേക്ക് എത്തിയത്. ഞാൻ അങ്ങനെയൊക്കെ തിരിച്ചു വരാം. ശ്രീ റിജിൽ മാക്കുറ്റി, ഇവിടെ ഗോപൻ അത് വ്യക്തമായി വിശദീകരിക്കുന്നുണ്ട്. ഇത് എക്സ്ട്രീം പോവർട്ടി ഉള്ള ആളുകളെ കണ്ടെത്തലല്ല, മറിച്ച് ഇതിനൊരു സ്പെഷ്യൽ ഫോക്കസ് ഉണ്ട് എന്നാണ് പി കെ ഗോപൻ പറയുന്നത്. പലരുടെയും ആവശ്യങ്ങൾ വ്യത്യസ്തമാണ്. ഒരു തരത്തിലുള്ള സർക്കാർ സഹായമോ കുടുംബ സപ്പോർട്ടോ ഒന്നും ലഭിക്കാത്ത ഡെസ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ള അങ്ങനെ ഒരുപാട് മാനദണ്ഡങ്ങൾ വെച്ചിട്ടാണ് ഈ ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുള്ളത്. അല്ലാതെ മുഴുവൻ പരമദരിദ്രരെയും ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറ്റി എന്ന അവകാശവാദമല്ല സർക്കാർ നടത്തുന്നതെന്നാണ് ഗോപൻ വിശദീകരിക്കുന്നത്. റിജിൽ, പക്ഷേ നിങ്ങളുടെ വിമർശനം എവിടെയാണ്? ശ്രീ അജിംസെ, പിന്നെ അതിനകത്ത് ഇപ്പം അദ്ദേഹം പറഞ്ഞതിൻ്റെ അകത്ത് തന്നെ അദ്ദേഹം പറയും ചികിത്സാ സഹായം കൊടുത്തു. അതെ, ചികിത്സാ സഹായം ഒരു കുടുംബത്തിലൊരാൾക്ക് കൊടുത്താൽ അവർ ദരിദ്ര പട്ടികയിൽ നിന്ന് ഒഴിവാകുമോ? ഇത്രയാളെ കണ്ടെത്തി അവർക്ക് ഇതുവരെ ചികിത്സാ സഹായം കിട്ടിയില്ല. ചികിത്സാ സഹായം കൊടുത്തു കഴിഞ്ഞാൽ അയാൾ ദാരിദ്ര്യ മേഖലയിൽ നിന്ന് പുറത്തു വരുമോ? ചികിത്സിക്കാൻ പണമില്ലാത്ത ആളെ സാമ്പത്തിക സാഹചര്യത്തെക്കുറിച്ച് നമുക്ക് നന്നായി അറിയാലോ. മറ്റ് കാര്യങ്ങൾ എന്താണ് അവർക്ക് ചെയ്തു കൊടുത്തത്? അപ്പോൾ അതെന്ത് ചികിത്സാ സഹായം കൊടുത്താൽ ഒരാൾ ദാരിദ്ര്യത്തിൽ നിന്ന് മാറുമോ എന്നുള്ള ചോദ്യത്തിന് ഏതായാലും ഉത്തരം അദ്ദേഹം കണ്ടെത്തണം. പല കാര്യങ്ങളും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇവർ പറയുന്ന കാര്യം ഏത് മാനദണ്ഡം അനുസരിച്ചിട്ട് ആരാണ് സർവേ നടത്തിയത്? ഇത് പ്ലാനിംഗ് ബോർഡുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ടോ ഏതെങ്കിലും തരത്തിലുള്ള ഒരു കൃത്യമായ രൂപത്തിലുള്ള ചർച്ചയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പ്ലാനിങ്ങോ നടന്നിട്ടുണ്ടോ എന്ന ചോദ്യം ബഹുമാന്യ പ്രതിപക്ഷ നേതാവ് തന്നെ ഇന്ന് ചോദിച്ചിട്ടുണ്ട്. ഇപ്പോൾ കോൺഗ്രസും അതുപോലെ പ്രതിപക്ഷവും പറയുന്ന രാഷ്ട്രീയമാണെങ്കിൽ RVG മേനോനെ പോലെയുള്ള അതുപോലെ ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ സംസ്ഥാന അധ്യക്ഷനാണെന്ന് തോന്നുന്നു അദ്ദേഹം, അതുപോലെ ഡോക്ടർ കണ്ണൻ, രാമൻകുട്ടിയെ പോലെ ശ്രീ അച്യുത മേനോൻ്റെ മകൻ ഉൾപ്പെടെയുള്ള ഏറ്റവും പ്രഗത്ഭരായ ആളുകൾ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഇതിനകത്ത് ആശങ്കയുണ്ട്. അപ്പോൾ അവരുൾപ്പെടെ പറയുന്നു ഏത് മാനദണ്ഡ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഈ ആളുകളെ കണ്ടെത്തിയത് എന്നുള്ള കൃത്യമായ ചോദ്യത്തിന് അവർ ഉത്തരം പറഞ്ഞിട്ടില്ല. അപ്പോൾ ഈ കേരളത്തിനകത്ത് ഞാൻ കൃത്യമായ കണക്ക് പ്രകാരം നമ്മുടെ
മന്ത്രി ശ്രീ GR അനിൽ കൊടുത്ത കണക്ക് നമ്മുടെ കയ്യിലുണ്ട്. പിന്നെ അദ്ദേഹത്തിൻ്റെ നമ്മുടെ ഷൊർണൂർ MLA ശ്രീ P മമ്മിക്കുട്ടി കൊടുത്ത ചോദ്യത്തിന് എത്ര ദരിദ്രന്മാരുണ്ട് എന്ന കാര്യത്തിൽ സംസ്ഥാനത്ത് 5,91,194 AAY കാർഡുകളുള്ള ആളുകളുണ്ട്. അവർ അതീവ ദരിദ്രരാണ്. അതീവ ദരിദ്രരും പരമദരിദ്രർ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? എന്താണ് ഈ രണ്ട് വാക്കിനകത്ത് കൊടുക്കുന്ന ഡെഫിനേഷൻ? എന്താണ് പരമം എന്ന് പറഞ്ഞാൽ പരമാവധി ഒന്നുമില്ലാത്ത ആളെന്നാണ് അർത്ഥം. അപ്പം അത്തരം ആളുകൾ, അതോടൊപ്പം തന്നെ ഇവരുടെ പ്രകടന പത്രികയിലും 4.5 ലക്ഷത്തോളം ആളുകൾ ഇതിനകത്ത് എന്താണ് കേരളത്തിൽ ഈ പരമദരിദ്ര പട്ടികയിലുണ്ട് എന്ന് LDFന്റെ പ്രകടന പത്രികയിൽ തന്നെ പറയുന്നത്. അവർക്ക് മോചനത്തിന് വേണ്ടിയാണ് ഞങ്ങൾ വരുന്നു എന്ന് പറയുമ്പോൾ ഇത്ര ആളുകൾ ഈ നാട്ടിലുണ്ടായിട്ട് പോലും അവർക്കൊക്കെ ഏത് ആനുകൂല്യങ്ങൾ കൊടുത്തു എന്നതിനെ സംബന്ധിച്ചുള്ള കണക്കുണ്ടോ? അല്ലെങ്കിൽ ഈ ആളുകൾ 64,006 ആളുകൾ മാത്രമാണോ ഈ കേരളത്തിൽ ഈ അതീവ ദരിദ്രരായിട്ടുള്ളത് എന്നുള്ള ചോദ്യത്തിന് ആണ് നമ്മൾ ഉത്തരം തേടുന്നത്. അപ്പോൾ ബാക്കി എല്ലാ ആളുകളും എല്ലാ തരത്തിലും ആനുകൂല്യം കിട്ടിയവരാണോ? അവരെ എല്ലാ തരത്തിലും അവരെ സാമ്പത്തികമായും അതോടൊപ്പം ആരോഗ്യപരമായും ഭക്ഷണം ഉൾപ്പെടെ അതോടൊപ്പം പാർപ്പിടം ഉൾപ്പെടെ എല്ലാം സഫീഷ്യൻ്റായി കിട്ടിയ ആളുകൾ തന്നെയാണോ എന്നുള്ള ചോദ്യം ഉൾപ്പെടെ സ്വാഭാവികമായി ചോദിക്കുമല്ലോ. ആ ചോദ്യം തന്നെയാണ് ഇപ്പൊ ഞങ്ങൾ ഈ പറയുന്ന ആളുകൾ റിജിൽ, പ്രതിപക്ഷത്തിന്റെ വിമർശനത്തിന്റെ ഫോക്കസ് എനിക്ക് തോന്നുന്നത് നോക്കൂ റിജിൽ, പ്രതിപക്ഷത്തിന്റെ വിമർശനത്തിന്റെ ഫോക്കസ് ഈ പദ്ധതി യഥാർത്ഥത്തിൽ പരമദരിദ്രരെ ഫോക്കസ് ചെയ്തുള്ളതല്ല. കാരണം പരമദരിദ്രരുടെ എണ്ണം അതിലും കൂടുതലാണ്. പക്ഷേ ഇത് പല മാനദണ്ഡങ്ങൾ പ്രകാരം ഒരു ഫിൽട്ടർ ചെയ്ത ആളുകളെയാണ് എടുത്തിട്ടുള്ളതെന്നുള്ളതാണ്. ഇപ്പോൾ നോക്കൂ, ഇപ്പോൾ എനിക്ക് എൻ്റെ വാർഡിൽ ലഭിച്ച ലിസ്റ്റ് പ്രകാരം അതിൽ ഗുണഭോക്താക്കൾക്ക് മുഴുവൻ ഫോണുണ്ട്. ആ ഫോൺ ഒരു മാസം റീചാർജ് ചെയ്യണമെങ്കിൽ തന്നെ പണം കൊടുക്കണം. അപ്പോൾ ആ ഫോൺ റീചാർജ് ചെയ്യാനുള്ള പണം കൊടുക്കാനുള്ളവരും കൂടിയാണല്ലോ ഈ ഡെസ്റ്റിറ്റ്യൂട്ട് അല്ലെങ്കിൽ അഗതി എന്ന ഇതിൽ വരുന്നത്. അപ്പോൾ ഒരുപക്ഷേ ഓരോ തദ്ദേശ സ്ഥാപനങ്ങളുടെയും ഓരോ പ്രദേശങ്ങളുടെയും ഇപ്പോൾ നഗരത്തിലെ പ്രശ്നമായിരിക്കില്ല ആ ഗ്രാമത്തിൽ. അപ്പോൾ അങ്ങനെ ആ സ്ഥലം മാറുന്നതനുസരിച്ച് പല മാനദണ്ഡങ്ങളും മാറും, സിറ്റുവേഷൻസ് മാറും, അവരുടെ ദാരിദ്ര്യത്തിൻ്റെ തോതും മാറും. അപ്പോൾ സർക്കാർ ഇങ്ങനെ ഒരു വളരെ പരമദരിദ്രരെ ഫോക്കസ് ചെയ്തൊരു ലിസ്റ്റ് ഉണ്ടാക്കുകയല്ല ചെയ്തത്, ആവശ്യക്കാരെ കണ്ടെത്തി സഹായിക്കുകയാണ് ചെയ്തത്. അതിലെന്താണ് നിങ്ങളുടെ വിമർശനം? യഥാർത്ഥത്തിൽ ആ പേരാണോ പരമദരിദ്രരില്ലാത്ത അല്ലെങ്കിൽ അതീവ ദരിദ്രരില്ലാത്ത സംസ്ഥാനം എന്ന പേരാണോ നിങ്ങളുടെ പ്രശ്നം? അല്ല, ഇതിനകത്ത് വളരെ കൃത്യമാണ്. ഇപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു കേളികൊട്ട് ഉയരുന്ന സമയത്താണ് ഇതൊക്കെ പ്രഖ്യാപിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഈ കേരളത്തിൽ ഇവരുണ്ടാക്കിയിട്ടുള്ള ഈ ഒരു പ്രൊപ്പഗൻഡ, ഇതുമായി ബന്ധപ്പെട്ട് ഇവർ പറയുന്ന കാര്യങ്ങൾ ഇലക്ഷൻ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണത്തിന് വേണ്ടി ഇവർ ഉപയോഗിക്കാനുണ്ടാക്കിയ സാധനമാണ് എന്നതിനെക്കുറിച്ച് വളരെ കൃത്യമായിട്ട് ബോധ്യപ്പെടുന്ന ഇതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ വിമർശിച്ചത്. ആളുകൾക്ക് ഈ ദരിദ്രരായ ആളുകളെ കണ്ടെത്തി അവർക്ക് സാമ്പത്തിക സഹായം കൊടുക്കുന്നതുകൊണ്ടോ പെൻഷൻ കൊടുക്കുന്നത് കൊണ്ടോ ഒന്നും ഞങ്ങളാരും എതിരല്ല. പക്ഷേ ഇത് ഒരു ഇലക്ഷൻ്റെ ഒരു 6 മാസം മുമ്പേ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ പ്ലാനിങ്ങിൻ്റെ ഭാഗം ഉണ്ടാകുന്ന രാഷ്ട്രീയ പ്രചരണത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു എന്നുള്ള. അപ്പോൾ സ്വാഭാവികമായി എൻ്റെ വിമർശനങ്ങൾ ഉണ്ടാവും. ആ വിമർശനമാണ് ഞങ്ങൾ മാത്രമല്ല ഉന്നയിച്ചത്. ഞാൻ നേരത്തെ പറഞ്ഞ ഇവരുമായി ബന്ധപ്പെട്ട് ചേർന്ന് നിൽക്കുന്ന ആളുകൾക്ക് പോലും അതിനകത്ത് സംശയമുണ്ട്. പ്രതിപക്ഷം സംശയം ഉന്നയിച്ചാൽ എന്താ തെറ്റ്? പ്രതിപക്ഷത്തിൻ്റെ സംശയമാണ്. രാഷ്ട്രീയപരമായി ഉന്നയിക്കുന്ന സംശയത്തിനപ്പുറത്തേക്ക് ഇവരുടെ കൂട്ടത്തിൽ നിൽക്കുന്ന ആളുകളുടെ സംശയമുണ്ടല്ലോ. അതോടൊപ്പം തന്നെ നമുക്ക് ആദിവാസി കുടുംബങ്ങളിൽ 6,400 ആളുകൾ മാത്രമാണ് ഈ പട്ടികയിലുള്ളത് എന്ന് പറയുന്നു. അങ്ങനെയാണോ? വയനാട് ഉൾപ്പെടെ നമ്മൾ നോക്കിയാൽ അവിടെയൊക്കെ ഉള്ള അവസ്ഥയെക്കുറിച്ച്, അട്ടപ്പാടിയിൽ വന്നിട്ടുള്ള കണക്കുകളെക്കുറിച്ച്, അവിടുത്തെ രോഗത്തെ സംബന്ധിച്ച്, അരിവാൾ രോഗം ഉൾപ്പെടെ രോഗങ്ങളെ സംബന്ധിച്ച്, അവിടുത്തെ പോഷകാഹാര കുറവിനെ കുറിച്ചൊക്കെ എത്ര വാർത്തകൾ നിങ്ങളുടെ മാധ്യമങ്ങൾ തന്നെ പുറത്തു വന്നിട്ടുണ്ട്. ഏകദേശം 1,16,00,000 ആദിവാസി കുടുംബങ്ങൾ, 4.85 ലക്ഷം ആദിവാസികൾ ഉണ്ട് എന്നുള്ളതാണ്. ആ 4.85 ലക്ഷം ആദിവാസികളിൽ 6,400 ആളുകൾ മാത്രമേ ഇവർ പറയുന്ന പട്ടികയിൽ വന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അത് വിശ്വസിക്കാൻ രാജ്യം താങ്കൾക്ക് സാധിക്കുമോ? അതാണ് ഞങ്ങളുടെ സംശയം. ഈ ബാക്കി എല്ലാ ആളുകളും, ഈ പറയുന്ന ബാക്കി എല്ലാ ആദിവാസി കുടുംബങ്ങളും എല്ലാവരും അവർ എല്ലാം നേടിയവരാണോ? ഇത്ര ആളുകൾ മാത്രമേ ഇവർ കണക്ക് കിട്ടിയുള്ളൂ? ഏത് തരത്തിലുള്ള സർവേയാണ്? നിങ്ങൾ വയനാട് എടുത്ത് പരിശോധിക്കൂ. വയനാട് ഇത്ര ഈ മേഖലയിൽ ഈ 6,400 കേരളം മുഴുവനാണ്. അപ്പോൾ വയനാട് എത്ര ആളുകൾ പുറത്തുണ്ടാവും? അപ്പോൾ ഏത് സ്റ്റാറ്റിസ്റ്റിക്സ് പ്രകാരമാണ് ഇവർ കണ്ടെത്തിയത്? ഈ പറയുന്ന ഇവരെ കണക്കിനകത്ത് ആളുണ്ടാവില്ലേ? ആദിവാസികളുടെ ആളുകൾ ഉണ്ടാവില്ലേ? അതോടൊപ്പം തന്നെ മറ്റ് മേഖലകളിൽ ആളുകൾ ഉണ്ടാവില്ലേ? അപ്പോൾ ഇവർ ഏത് രൂപത്തിലാണ് ഇത് കണക്കെടുത്തത്? എന്താണ് ഇവരുടെ മാനദണ്ഡം? അത് കുറിച്ച് പറയണം. ഇദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, ചികിത്സാ സഹായം കൊടുത്തു, അവരെ ഞങ്ങൾ ഇതിനകത്ത് കൂട്ടി. അപ്പോൾ അങ്ങനെ ആനുകൂല്യം കൂട്ടി, അതാണ് ആ കണക്കാണോ ഈ 64,000 കണക്ക്? റൈറ്റ്, അതൊരു ചോദ്യമാണ്. ഡോക്ടർ വിനീത വിജയൻ, ഈ ദാരിദ്ര്യം അളക്കാനുള്ള ഒരു അന്താരാഷ്ട്ര മാനകം എന്ന് പറഞ്ഞാൽ മൾട്ടി ഡയമെൻഷണൽ പോവർട്ടിയാണ്. അതായത് വരുമാനം മാത്രം കണക്കാക്കിയല്ല, ഒരാളുടെ വരുമാനം നോക്കിയല്ല പോവർട്ടി അളക്കുക. അയാൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള ആക്സസ്, ചികിത്സയ്ക്കുള്ള ആക്സസ് തുടങ്ങി കുക്കിംഗ് ഗ്യാസ് ഉണ്ടോ, ശുദ്ധജലം ലഭിക്കുന്നുണ്ടോ, അങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങൾ കണക്കാക്കിക്കൊണ്ടാണ് ദാരിദ്ര്യം കണക്കാക്കുക. ഇവിടെ ഈ സർക്കാർ ഈ പ്രഖ്യാപനം നടത്തുമ്പോൾ
ഈ അതീവ ദരിദ്രർ എന്നൊരു വാക്ക് ഉപയോഗിച്ചത് മാത്രമാണോ മിസ്റ്റേക്ക്? അതല്ല, ഒരു സമഗ്രമായ വീക്ഷണം അതീവ ദരിദ്രരെ കണ്ടെത്തുന്നതിൽ സർക്കാരിനുണ്ടായില്ല എന്ന വിമർശനം സാധുവാണോ? ഞാൻ പ്രാഥമികമായിട്ട് ഈ ഒരു അതീവ ദരിദ്രരില്ലാത്ത കേരളം എന്നുള്ള പ്രഖ്യാപനത്തെ സ്വാഗതം ചെയ്യുന്ന ഒരാളാണ്. അതിനെനിക്ക് കൃത്യമായിട്ടുള്ള കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ കാരണം, 2021 അതിദരിദ്രരുടെ പട്ടിക, ഞാൻ കണക്കുകൾ വെച്ചിട്ടാണ് സംസാരിക്കുന്നത്. ഞാൻ ഒരു സാമൂഹ്യ പ്രവർത്തക മാത്രമല്ല, ഞാൻ സംസ്ഥാന പട്ടികജാതി വികസന വകുപ്പിൻ്റെ ഉപദേശക സമിതി അംഗവും കൂടിയാണ്. എനിക്കതിൻ്റെ കൃത്യമായ കണക്കുകൾ ലഭ്യമായതിൻ്റെയും കൂടി അടിസ്ഥാനത്തിലാണ് ഞാൻ സംസാരിക്കുന്നത്. അതീവ ദരിദ്രരില്ലാത്ത കേരളത്തിൻ്റെ പ്രഖ്യാപനത്തിൻ്റെ മുന്നോടിയായിട്ട് നമുക്കറിയാം, 2016 ഇടത് സർക്കാർ, ആദ്യ സർക്കാർ അധികാരത്തിൽ വരുന്ന സമയത്ത് നീതി ആയോഗിൻ്റെ കണക്കുകൾ പ്രകാരമാണ് 0.71% എന്നുള്ള അതിദാരിദ്ര്യ കണക്കിൻ്റെ നിരക്ക് വരുന്നത്. അത് ഇടതുപക്ഷ സർക്കാരിൻ്റെ നേട്ടമായിരുന്നില്ല. ശ്രീ റിജിൽ മാക്കുട്ടി അടക്കമുള്ള കോൺഗ്രസിൻ്റെ തൊട്ടു മുമ്പ് ഭരിച്ചിരുന്ന കോൺഗ്രസ്, അതിന് കേരളത്തിൻ്റെ രൂപീകരണ ഘട്ടം മുതൽ ഭരിച്ചിരുന്ന കേരള സർക്കാർ, മാറി മാറി വന്ന കേരള സർക്കാരുകൾ, കേന്ദ്ര സർക്കാരുകൾ, ഒപ്പം പ്രവാസികളുടെ വലിയ പിന്തുണയുണ്ടായിട്ടുണ്ട്. അതുപോലെ സാമൂഹ്യ പ്രവർത്തകർ, സന്നദ്ധ സംഘടനകൾ എല്ലാവരും തുടങ്ങിയിട്ട് 60 വർഷം കൊണ്ട് കേരളം നടത്തുന്ന മാനവിക വികസന പദ്ധതികളുടെ ഒരു വിജയത്തിൻ്റെ തുടർച്ചയെന്നാണ് ഞാനിതിനെ കണക്കാക്കുന്നത്. അതല്ലാതെ 2016 ഒരു വളരെ പിന്നോക്കം നിന്നിരുന്ന ഒന്നിനെ മുന്നോട്ട് കൊണ്ടുവന്നതല്ല. വെറും 4 വർഷത്തെ അല്ലെങ്കിൽ 11 വർഷത്തെ ഭരണനേട്ടം മാത്രമല്ല, ഇതിന് വലിയൊരു അടിത്തറയുണ്ട് എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. രണ്ടാമത്തെ കാര്യം, ഞാൻ ഒരു പട്ടികജാതി ഉപദേശക സമിതി അംഗം എന്ന നിലയിൽ ഇതിലെത്ര പട്ടിക വിഭാഗത്തിലുള്ള, റിജിൽ മാക്കുട്ടി പറഞ്ഞ കണക്കിലൊരു തെറ്റുണ്ട്. ഇതിൽ 2906 പട്ടിക വർഗക്കാരും അതുപോലെ 12793 പട്ടിക ജാതി കുടുംബങ്ങളുമാണ് ഈ 64,000-ൽ, അതായത് മൊത്തം കണക്കിൽ 15,699 പേരാണ് പട്ടിക വിഭാഗത്തിൽ നിന്ന്, മൊത്തത്തിൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽ നിന്ന് ഉൾപ്പെടുന്നത്. അതായത് 75% പൊതുവിഭാഗമാണ്. ഈ പൊതു എന്നുള്ളതിൽ ന്യൂനപക്ഷങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ വരും. ബാക്കി വരുന്ന 25 തികച്ചില്ല, 24.52% മാത്രമാണ് പട്ടിക വിഭാഗങ്ങൾ ഉൾപ്പെടുന്നത്. അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, കേരളത്തിൻ്റെ മൊത്തത്തിലുള്ള കണക്കെടുത്താൽ, എക്സാക്റ്റ് കണക്ക് നമുക്ക് കിട്ടിയിട്ടില്ല, പൊതുജനസംഖ്യയുടെ 11-നും 12% ഇടയ്ക്കാണ് പട്ടിക വിഭാഗങ്ങളുടെ ആകെ പെർസെൻറ്റേജ് എങ്കിൽ, ആ അതിദരിദ്രരുടെ പട്ടികയിൽ 25% ആരാണ്? പട്ടിക വിഭാഗത്തിൽ നിന്നുള്ളവരാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം, ബാക്കി വരുന്ന 75% പൊതുവിഭാഗത്തില. പൊതുവിഭാഗം പട്ടിക വിഭാഗം എന്ന് വേർതിരിച്ചല്ല, സാമ്പത്തികമായ പിന്നോക്കാവസ്ഥ മാത്രവുമല്ല, സാമൂഹ്യമായ പിന്നോക്കാവസ്ഥയും കൂടി കണക്കിലെടുത്താണ് ഈ ഒരു സാമൂഹ്യ സുരക്ഷാ കവചം എന്ന നിലയിൽ ഈ പദ്ധതി മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പം ഇതിൽ എനിക്കറിയാവുന്ന വ്യക്തമായ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ പട്ടിക വിഭാഗങ്ങളുടെ ഈ അതിദാരിദ്ര്യത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരാനുള്ള പ്രവർത്തനങ്ങൾ പൂർണ്ണമായും തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെയും പട്ടിക വിഭാഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വികസന വകുപ്പുകളുടെയും ഫണ്ട് ഉപയോഗിച്ചാണ് ചെയ്തിട്ടുള്ളത്. അതിൽ ലൈഫ് പദ്ധതി ഉൾപ്പെടെ 3,374 കുടുംബങ്ങൾക്കാണ് വീടില്ലായ്മ മാത്രം ഒരു പ്രധാന വെല്ലുവിളിയായിട്ട്, തടസ്സമായിട്ട് നിന്നിരുന്നത്. അതുമാത്രമല്ല, അപ്പം എന്തൊക്കെയാണ് ഇതിൻ്റെ ഈ അതീവ ദരിദ്രർ എന്നുള്ള പട്ടികയിലേക്ക് പെടുത്താനുള്ള മാനദണ്ഡങ്ങൾ എന്നുള്ളതിൻ്റെ അകത്ത്, ഇപ്പം മറ്റുള്ള സാഹചര്യങ്ങളെല്ലാം ഉണ്ട്. അവർക്ക് തനിയെ പോയി ഭക്ഷണമോ മരുന്നോ ഒന്നും അവർക്ക് വാങ്ങാനുള്ള ആവതില്ലാത്ത അഗതികളെന്ന് പറയുമ്പോൾ ഡെസ്റ്റിറ്റ്യൂട്ട്സ് എന്ന് പറയുന്ന തരത്തിലുള്ള ആരോരുമില്ലാത്തവരെന്നുള്ള അർത്ഥം മാത്രമല്ല ഉള്ളത്. ഇതിൽ പല കുടുംബങ്ങളും, ഞാൻ നേരിട്ട് തന്നെ ഇത്തരം ഫീൽഡ് സ്റ്റഡിയുടെ ഭാഗമായിട്ടും ഈ പദ്ധതിയുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ടും പലപ്പോഴും ഇതിനെ ഇടപെട്ടിട്ടുള്ള, ഇതിനോടൊപ്പം മുമ്പോട്ട് പോയിട്ടുള്ള ഒരാളെന്ന നിലയിൽ എനിക്കറിയാം. ഭക്ഷണവും മരുന്നും പാലിയേറ്റീവ് കെയറും ആരോഗ്യ ഉപകരണങ്ങളും ആരോഗ്യ സേവനങ്ങളും തുടങ്ങിയിട്ട് വരുമാന മാർഗം കണ്ടെത്തി കൊടുക്കൽ, പലപ്പോഴും വാടക വീടുകൾ പോലും കണ്ടെത്തി കൊടുത്ത് അവരെ മാറ്റി താമസിപ്പിക്കേണ്ട ഘട്ടങ്ങൾ, അത്തരത്തിലുള്ള വീടുകൾ ബെനിഫിഷ്യറീസ് ഉണ്ടായിട്ടുണ്ട്. അഗതി പുനരധിവാസം ഇതിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. പക്ഷേ ഇതിനെ മൊത്തത്തിൽ അഗതികൾ എന്നുള്ള രീതിയിലേക്ക് മാറ്റി ഒരു തുടക്കത്തിൽ ചോദിച്ച കാര്യം,
അതായത് അതീവ ദരിദ്രരല്ല ഇതിലെ ഫോക്കസ്, അല്ലെങ്കിൽ അവർ മാത്രമല്ല ഇതിന്റെ ഫോക്കസ് എന്നുള്ളതാണ് ഈ ഒരു പ്രശ്നമായി ഉന്നയിക്കപ്പെടുന്നത്. എൻ്റെ ചോദ്യം ഇപ്പൊ നോക്കൂ, അങ്ങ് തന്നെ പറഞ്ഞു 12% വരുന്ന പട്ടികവർഗ വിഭാഗങ്ങളിൽ നിന്ന് 22-25% ഈ ഗുണഭോക്താക്കളിൽ അംഗങ്ങളുണ്ട് എന്ന്. അപ്പോൾ അത്രയും വന്നാൽ മതിയോ പട്ടികവർഗം? ഉദാഹരണത്തിന് ഇപ്പോൾ ഏറ്റവും കൂടുതൽ വിമർശനം ഉന്നയിക്കുന്നത് ഇപ്പോൾ മണിക്കുട്ടൻ പണിയനെ പോലുള്ളവർ സാമൂഹ്യ മാധ്യമങ്ങൾ ഉന്നയിക്കുന്ന പ്രശ്നം നിങ്ങൾ വയനാട്ടിലേക്ക് നോക്കൂ എന്നാണ്. അപ്പോൾ വയനാട്ടിൽ നമുക്കറിയാം അവിടുത്തെ സ്ഥിതി, ആദിവാസികളുടെ സ്ഥിതി വളരെ മോശമാണ്. അവരിലെ പരമദരിദ്രർ ഇപ്പോൾ UN മാനദണ്ഡ പ്രകാരമോ മറ്റേത് മാനദണ്ഡ പ്രകാരമോ ദിവസ വരുമാനമില്ലാത്ത കുടുംബങ്ങൾ ഈ പദ്ധതിയിൽ മുഴുവനായും പെട്ടിട്ടുണ്ടോ എന്നാണ് ചോദ്യം. അല്ല, അതിന് ഗവൺമെന്റ് തന്നെ പറയുന്നു ഇതൊരു പൂർണ്ണമായിട്ടുള്ള അജിംസി ഞാൻ പറയുന്നത് കേൾക്കാം വിനിത. കേൾക്കാം. ഞാൻ പറയണത് ഗവൺമെന്റ് ഇതിനൊരു സമ്പൂർണ്ണമായിട്ടുള്ള കണക്കാണെന്ന് ഒരിടത്തും പറയുന്നില്ല. ഇനിയും പരിഗണിക്കേണ്ട കുടുംബങ്ങൾ അവശേഷിക്കുന്നുണ്ട്. അതും ഒരു പദ്ധതി പൂർത്തിയാകുന്നതിനെ കുറിച്ചായിരുന്നില്ല എന്റെ ചോദ്യം. ഒരു പദ്ധതിയിൽ ഗുണഭോക്താക്കളെ കണ്ടെത്തി അവരുടെ ദാരിദ്ര്യം തീർക്കുന്ന ആ ടൈം ലൈനെ കുറിച്ചേ അല്ല എന്റെ ചോദ്യം. സർക്കാരിന്റെ ഫോക്കസ് എന്താണെന്നുള്ളതാണ് ചോദ്യം. അതായത് പരമദരിദ്രരെ കണ്ടെത്തി അവരെ ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറ്റുക എന്നുള്ളതായിരുന്നോ ഇതിന്റെ ലക്ഷ്യം? അതല്ല, വ്യത്യസ്ത ആവശ്യങ്ങളുള്ള എന്നാൽ ചിലപ്പോൾ വരുമാനം ഉണ്ടാകും, മറ്റു കാര്യങ്ങളാൽ ഹെൽത്ത് സെക്ടറിലേക്ക് എത്തപ്പെടാൻ കഴിയാത്ത ആൾക്കാർക്ക് വേണ്ടി അങ്ങനെ പലതരത്തിലുള്ള ഒരു മിക്സ്ഡ് ആയിട്ടുള്ള ഒരു ഫോക്കസ് ഇതിനുണ്ടോ എന്നാണ് എന്റെ ചോദ്യം. അജിംസെ, ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറ്റുക എന്നുള്ളതല്ല ഇതിൻ്റെ ലക്ഷ്യമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ദാരിദ്ര്യമുക്തരാവുന്നത് അവർ സാമൂഹ്യ സുരക്ഷാ കവചം ഒരുക്കപ്പെട്ട് സംരക്ഷിതരായി മാറിയിരിക്കുന്നു എന്നുള്ള ഒരു പ്രഖ്യാപനമാണെന്നാണ് ഞാനിതിനെ താത്വികമായിട്ട് ആ തരത്തിലാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു എന്ന് പറഞ്ഞതിൻ്റെ ഒരു കാരണം, എനിക്ക് ഒരു വിയോജിപ്പുമുണ്ട് ഒരു യോജിപ്പുമുണ്ട്. അത് രണ്ടും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. യോജിപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയും ഒരു അപേക്ഷയും നൽകാതെ എങ്ങും കാത്തു നിൽക്കാതെ ഏതെങ്കിലും ഒരു സർക്കാർ ആരാണോ അർഹതപ്പെട്ടവർ അവരിലേക്ക് സർക്കാർ സംവിധാനങ്ങൾ അതിൻ്റെ കൈ നീട്ടുകയാണ്. അവരാ പടിവാതിൽക്കല സേവനം എന്നൊക്കെ നമ്മൾ പറയുന്നത് പ്രാവർത്തികമാക്കി കാട്ടുകയാണ്. അത് തീർച്ചയായിട്ടും ജനക്ഷേമം മുൻനിർത്തി പ്രവർത്തിക്കുന്ന ഒരു സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അത് സ്വീകാര്യമാണ്, അത് അംഗീകരിക്കേണ്ടതാണ്. ആ നേട്ടത്തെ നേട്ടമായി തന്നെ പരിഗണിക്കേണ്ടതുണ്ട്. അതോടൊപ്പം എനിക്കൊരു വിയോജിപ്പുള്ളത്, ഇതിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലായി? ഇപ്പോൾ സർക്കാരിൻ്റെ ഈ ഒരു ഡിക്ലറേഷനെ, ഈ പ്രഖ്യാപനത്തെ ചരിത്രപരമായിട്ടുള്ള അല്ലെങ്കിൽ സ്വാതന്ത്ര്യാനന്തര കേരളത്തിൽ സാമൂഹ്യനീതി ക്ഷേമ മാതൃകകളുടെ വിജയമായിട്ട് തന്നെ കണക്കാക്കുമ്പോഴും ഈ 75% വരുന്ന അതീവ ദരിദ്രരിൽ പൊതുവിഭാഗത്തിലുള്ളവരാണ് കൂടുതൽ. 75% പൊതുവിഭാഗത്തിലുള്ളവരാണ്. പൊതുവിഭാഗങ്ങളുടെ ദാരിദ്ര്യം അല്ലെങ്കിൽ സാമൂഹ്യ പിന്നോക്കാവസ്ഥ പരിഹരിക്കാൻ ജനകീയമായി നടത്തുന്ന ഇത്തരം സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾ തന്നെ പര്യാപ്തമാണെങ്കിൽ EWS ഉൾപ്പെടെയുള്ള സാമ്പത്തിക സംവരണം പോലെയുള്ള കാര്യങ്ങളെക്കാൾ കൂടുതൽ അല്ലെങ്കിൽ അതിൽ നിന്ന് പിന്നോട്ട് മാറി ഇത്തരം സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളുമായിട്ടാണ് സർക്കാർ മുന്നോട്ട് പോകേണ്ടത് എന്നുള്ള ഒരു കൃത്യമായിട്ടുള്ള സൂചനയും കൂടിയല്ലേ ഇതിൽ നിന്ന് മനസ്സിലാവുന്നത്. ഒപ്പം വേറൊരു കാര്യം കൂടി, ഇതിൽ 25% പട്ടിക വിഭാഗങ്ങൾ ഉൾപ്പെടുന്നുണ്ട്. ഇത് ഒരു സംവരണം വെച്ചിട്ട് അവരെ ചേർത്തതല്ല, മറിച്ച് അവരുടെ സാമൂഹ്യ അവസ്ഥയുടെ പരിഗണന വെച്ചിട്ടാണ് അവരെ ചേർത്തത്. അപ്പോൾ ഏത് പദ്ധതിയിലും EWSൽ അങ്ങനെ നിങ്ങൾ തുടരുകയാണെങ്കിൽ അതിൽ തീർച്ചയായിട്ടും ഈ പറയുന്ന തരത്തിൽ എല്ലാ വിഭാഗങ്ങളിലും പെട്ട സാമ്പത്തിക പിന്നോക്കാവസ്ഥയുള്ളവരെ പരിഗണിക്കേണ്ടതുണ്ടെന്നുള്ള മാറ്റിച്ചിന്തയുടെയും കൂടി അടയാളമായിട്ട് ഈ പ്രഖ്യാപനത്തെ കൂട്ടിച്ചേർത്ത് ഒരൊറ്റ ചോദ്യം. നാളെ നടക്കേണ്ടത് ഈ അതീവ ദരിദ്ര വിമുക്ത കേരളം എന്ന പദ്ധതിയുടെ പ്രഖ്യാപനമാണോ? ആ പേര് മാറ്റണ്ടേ? ആ പേരിനോട് എനിക്ക് വിയോജിപ്പില്ല എന്നാണ് ഞാൻ തുടക്കം മുതൽ പറയുന്നത്. കാര്യം അതീവ ദരിദ്രരുടെ ആ മാനദണ്ഡങ്ങളിൽ വരുന്ന ആളുകൾ തന്നെയാണ് ഇതിൻ്റെ അകത്ത് ഉൾപ്പെട്ടിട്ടുള്ളത്. അതീവ ദാരിദ്ര്യം എന്ന് പറയുന്നത് പരമദാരിദ്ര്യവുമായിട്ട് വ്യത്യാസമുണ്ട് എന്നുള്ളതാണ്. കാര്യം ഈ 4 മാൻഡേറ്ററി ആയിട്ട് പറയുന്ന ഇതിൽ അവർ പറയുന്നുണ്ട്, ഭക്ഷണം, തൊഴിൽ ചെയ്യാനുള്ള ആവതില്ലായ്മയും തൊഴിൽ ലഭ്യതയില്ലായ്മയും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇപ്പം ദരിദ്രരായ ആളുകളിൽ തൊഴിൽ ലഭ്യതയില്ലായ്മ കൊണ്ട് ചെയ്യാൻ പറ്റാത്തവരുണ്ട്. പക്ഷേ തൊഴിൽ ലഭ്യമായാലും അത് എടുക്കാനായിട്ട് അതുമൂലം സാമൂഹ്യമായിട്ട് ഒറ്റപ്പെട്ടു പോകുന്ന മനുഷ്യരെ നമ്മൾ ഏത് പട്ടികയിലാണ് പെടുത്തേണ്ടത്? അതുപോലെ തന്നെ ഒത്തിരി നമ്മൾ വ്യക്തിപരമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരിയേറെ കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് പറയേണ്ടി വരും. സാമൂഹ്യ സുരക്ഷ,
വലയത്തിനുള്ളിൽ പെടാതെ പോകുന്നതിന് മനുഷ്യത്വത്തിൽ നിന്ന് പുറത്താക്കപ്പെടുന്നതിനുള്ള ഏത് കാരണവും നമുക്ക് ഇത്തരത്തിൽ പരിഗണിക്കാവുന്നതാണ്. അത്തരത്തിൽ ഏറ്റവും കൂടുതൽ പോയിന്റുകൾ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പരിഗണനാർഹമായിട്ടുള്ള ആളുകളെ നമ്മൾ അതീവ ദരിദ്രരെന്നല്ലാതെ പിന്നെ മറ്റെന്ത് പേരുപയോഗിച്ച് സംബോധന ചെയ്യണം എന്നുള്ളത് നമുക്ക് അഗതികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗതിയില്ലാത്തവർ എന്നോ ഉപേക്ഷിക്കപ്പെട്ടവരെന്നല്ലേ അർത്ഥം. ഇവരാരും ഉപേക്ഷിക്കപ്പെട്ടവരല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവരെ നമ്മൾ സമൂഹത്തിൽ തന്നെ ചേർത്ത് നിർത്തേണ്ടവരാണ് എന്നുള്ളതാണല്ലോ. ശ്രീ പി കെ കോപൻ, ഇവിടെ എനിക്ക് തോന്നുന്നു മൊത്തത്തിൽ ആ കൺഫ്യൂഷൻ നിലനിൽക്കാനുള്ള കാരണം പ്രതിപക്ഷത്തിന്റെ വിമർശനവും നേരത്തെ ഞാൻ സൂചിപ്പിച്ച സാമൂഹ്യ പ്രവർത്തകരുടെ വിമർശനവും മുന്നിൽ വെച്ചുകൊണ്ട് ചോദിക്കുകയാണ്. ഈ അതീവ ദരിദ്രരുടെ ഇല്ലായ്മ, അതില്ലാത്ത ഇതിൻ്റെ പ്രഖ്യാപനം എന്ന് പറയുമ്പോഴാണ് ഈ പ്രശ്നം. യഥാർത്ഥത്തിൽ സർക്കാർ നടപ്പാക്കിയ പദ്ധതി എന്താണെന്ന് വൃത്തിയായി വിശദീകരിച്ചാൽ ഒരുപക്ഷെ കൺഫ്യൂഷൻ മാറുമായിരുന്നു. മറ്റൊരു സംശയം എനിക്ക്, ഈ അതീവ ദരിദ്രമുക്ത കേരളം എന്ന് പ്രഖ്യാപിക്കുമ്പോൾ ഭാവിയിൽ കേന്ദ്രം ഈ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടി അനുവദിക്കുന്ന പദ്ധതികളിൽ അവർ മാറ്റം വരുത്താനുള്ള സാധ്യതയുണ്ടോ? ശ്രീ അജിംസെ, ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഡിക്ഷണറി ഓക്സ്ഫോർഡ് ഡിക്ഷണറിയാണ്. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഡിക്ഷണറി ശ്രീകണ്ഠേശ്വരത്തിൻ്റെ ഡിക്ഷണറിയാണ് പൊതുവെ അംഗീകരിക്കപ്പെട്ടിട്ടുള്ളത്. ശ്രീകണ്ഠേശ്വരം ജീവിച്ചിരുന്നാൽ അദ്ദേഹത്തെയോ സാക്ഷാൽ ഹെർമൻ ഗുണ്ടർട്ടിനെയോ അല്ലെങ്കിൽ ഓക്സ്ഫോർഡ് ഡിക്ഷണറിയുടെ നിർമ്മാതാക്കളെ വിളിച്ചുകൊണ്ട് വന്ന് ഒരു വാക്കുണ്ടാക്കിയാലും അതിൻ്റെ പുറത്ത് ചർച്ച കൊണ്ടുവരും. കാരണം ഇത് പൊളിറ്റിക്സാണ്. ഇന്ത്യ രാജ്യത്തെ മുഴുവൻ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും ഒരു 25 കൊല്ലം അവർ പരിശ്രമിച്ചാൽ ഒരു പക്ഷേ ചെറിയ ചില സംസ്ഥാനങ്ങളിൽ വേണമെങ്കിൽ നടക്കും. അതിനപ്പുറത്തേക്ക് നമ്മുടെ വലതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രം ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് നിർവഹിക്കാൻ കഴിയാത്തൊരു കാര്യമാണ് ഈ കേരളത്തിൽ നടക്കുന്നത്. ഇത് ചെറുതായിട്ട് കാണേണ്ടതില്ല. അതുകൊണ്ട് ഏത് പേര് കൊടുത്താലും അജിംസിനെ പോലുള്ള കാര്യങ്ങൾ നല്ലതുപോലെ നാട്ടിൽ നടക്കട്ടെ എന്ന് കരുതുന്ന ശുദ്ധാത്മാക്കളുടെ ലോകമല്ല ഇത് രാഷ്ട്രീയമായി എതിർക്കുക എന്നുള്ളതാണ് ഇതിനകത്ത് ഉദ്ദേശിക്കുന്നത്. ഇത് വളരെ കൃത്യമായി പറഞ്ഞിട്ടും ഇവർ ഉന്നയിക്കുന്ന 2-3 ചോദ്യങ്ങൾ എന്താ? ഈ അതീവ ദരിദ്രർ, ഈ 64,000 എന്നുള്ളതൊരു സ്ഥിരം നമ്പരല്ല. അത് നാളെ ഇന്നിപ്പോൾ സഹായം കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സംവിധാനത്തിൻ്റെ ഭാഗമായിട്ടോ അല്ലാതെയോ വരുമാനം കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു ഫാമിലി നാളെ ആ വരുമാന തലത്തിൽ എലിമിനേറ്റ് ചെയ്യപ്പെടാം. അവർ ഈ അതിദരിദ്രരുടെ പട്ടികയിലേക്ക് വരാം. അതുപോലെ ഇന്ന് അതിദരിദ്രരായിട്ട് കഴിയുന്ന ആളുകൾക്ക് മറ്റെന്തെങ്കിലും ഇന്നത്തെ ഈ സർക്കാർ സഹായവും സംവിധാനമൊക്കെ ഉപയോഗിച്ച് അതിലേതെങ്കിലും ഒരാൾക്ക് 10 രൂപ വരുമാനത്തിന് മറ്റൊരു മാർഗം കണ്ടുകിട്ടി കഴിയുമ്പോൾ അവർ ഈ അതിദാരിദ്ര്യത്തിൽ നിന്ന് മുക്തവുമാകാം. അതായത് ഇതൊരു സ്ഥിരം നമ്പരല്ല. 1947 ആഗസ്റ്റ് 15 ഒരു സ്ഥിരം നമ്പരാണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ഡേറ്റാണ്. അതുപോലെ ഇതൊരു സ്ഥിരം നമ്പരല്ല. നമ്മുടെ ഷർട്ടിൻ്റെ നമ്പറുകൾ ചിലപ്പോൾ മാറും, നമ്മുടെ ശരീരത്തിൻ്റെ സ്ഥിതി മാറുന്നത് പോലെ. അതുപോലെ മാറ്റം ഉണ്ടാവും ഇതിന് നാളെ. അപ്പോൾ അതിനകത്തൊരു ഉത്കണ്ഠ ഉണ്ടാകേണ്ട കാര്യമില്ല. രണ്ടാമത്തെ ഉത്കണ്ഠ, അദ്ദേഹം ഇവിടെ കോൺഗ്രസിൻ്റെ ബഹുമാന്യ സുഹൃത്ത് റിജിൽ 87,000 പേരെ ചികിത്സിച്ചാണോ അതിദരിദ്രരാക്കിയത്? ഞാൻ പറഞ്ഞു, എന്തെങ്കിലും അദ്ദേഹം ശ്രദ്ധിച്ചോ? എതിർപക്ഷത്താണ് ഞാൻ. പക്ഷെ ഞാൻ പറയുന്നത് അദ്ദേഹത്തിന് ഒന്ന് കേൾക്കണ്ടേ? ഞാൻ പറയുന്നത് വിട്. ഇന്ന് കേരളത്തിൽ ഇത് സംബന്ധിച്ച് ഉത്തരവാദിത്തപ്പെട്ടവരൊക്കെ നടത്തിയ പ്രതികരണം ശ്രദ്ധിച്ചോ? 1 ലക്ഷം, ഞാൻ എത്ര കൃത്യമായിട്ട് പറഞ്ഞു ശ്രീ അജിംഷെ, 1,18,309 പേരുടെ ലിസ്റ്റ് തയ്യാറാക്കിയതിൻ്റെ എങ്ങനെയാണെന്ന്. അതിൽ നിന്ന് എങ്ങനെയാണ് ഇത്ര 66,000 എത്തിയെന്ന് ഞാൻ പറഞ്ഞു. 87,000 പേർക്ക് ചികിത്സ അഡീഷണലായിട്ട് കൊടുക്കേണ്ടി വന്നു. അതിനകത്ത് 5,000 പേർക്ക് വീട് കൊടുക്കേണ്ടി വന്നു. അത്രയും പേർക്ക് ലാൻഡ് കൊടുക്കേണ്ടി വന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങളിലൂടെയാണ് ഇത് എത്തുന്നത്. അല്ല ഒരു പ്രഖ്യാപനമല്ല. ഇവിടെ വളരെ പ്രധാനപ്പെട്ട സാമ്പത്തിക വിദഗ്ധന്മാരുടെ ലിസ്റ്റൊക്കെ ഇവിടെ അവതരിപ്പിച്ചു. അവരെക്കുറിച്ച് നമ്മുടെ തദ്ദേശ മന്ത്രി തന്നെ ചില അഭിപ്രായങ്ങൾ പറഞ്ഞു. അവരൊക്കെ ബഹുമാന്യരാണ്, സമൂഹത്തിലെ ബഹുമാന്യരാണ്. ഞാൻ അവരുടെ മീറ്റിങ്ങുകളിലും അത്തരം മീറ്റിങ്ങുകളിലും പങ്കെടുക്കുന്ന ഒരാളാണ്. ഏറ്റവും ദരിദ്രമായ ഗ്രാമസഭകളിലും പങ്കെടുക്കുന്ന, വളരെ പാവപ്പെട്ട മനുഷ്യർ വരുന്ന ഗ്രാമസഭകളിലും പങ്കെടുക്കുന്ന ഒരാളാണ്. എന്ന് പറഞ്ഞാൽ നിങ്ങളിൽ പലരെ പോലെ 2 തട്ടിലും നമുക്ക് ഇടപെടാൻ അവസരം കിട്ടുന്ന ആളുകളാണ്. അവർ സെമിനാർ ഹാളിൽ ഇരുന്ന് ഈ പ്രശ്നം ചർച്ച ചെയ്യരുത്. ഒരു പ്രധാനപ്പെട്ട കത്തിനകത്ത് അവർ ചോദിക്കുകയാണ്, നിങ്ങൾ പ്ലാനിംഗ് ബോർഡുമായിട്ട് ആലോചിച്ചോ? പ്ലാനിംഗ് ബോർഡുമായിട്ട് ആലോചിച്ചോ എന്ന് പറയുമ്പോൾ ഈ 2 വർഷമായിട്ട് ഇതിൻ്റെ സാമ്പത്തിക സഹായം ത്രൂ പ്ലാനിംഗ് ബോർഡാണ്. അവരിൽ പലരും പ്ലാനിംഗ് ബോർഡിൽ ഇരുന്നിട്ടുള്ളവരാ. അപ്പോൾ അസ്വസ്ഥരായിട്ട് കാര്യമില്ല. അവർ കണ്ടോ ഈ 4 വർഷത്തിന് മുമ്പ് കില പ്രസിദ്ധീകരിച്ച ബുക്ക്? അവർ കണ്ടോ പ്രോസസ്സിങ് എന്താണെന്ന്? എൻ്റെ അജിംസെ, എത്ര പേജുകളിൽ മനോഹരമായിട്ട് നല്ല ഭാഷയിൽ അത് വിശദീകരിക്കുന്നു ഇതിൻ്റെ പ്രോസസ്സിങ് എന്താണ്.
ഞങ്ങളൊക്കെ ജനപ്രതിനിധികളാണ്. ഞാനൊരു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റാണ്. ഞാൻ കഴിഞ്ഞ 5 വർഷമായിട്ട് മാസത്തിലൊരിക്കൽ ഇതിൻ്റെ റിവ്യൂ മീറ്റിംഗ് പങ്കെടുക്കുന്ന ആളാണ്. ജില്ലാ കളക്ടറെ ഇരുത്തി, അതുപോലെ PAYക്കാരെ ഇരുത്തി, ജില്ലാ പഞ്ചായത്തിൻ്റെ മാത്രമല്ല വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകൾ ഉദ്യോഗസ്ഥരെ ഇരുത്തി, നമ്മുടെ VOമാരെ ഇരുത്തി. ഞാൻ കഴിഞ്ഞ ദിവസം 25 VOമാരെ ആദരിച്ചു. ഇതിനു വേണ്ടി ഈ ജോലി ചെയ്ത VOമാരെ ആദരിച്ചു. താഴെ തട്ടിക്കിടന്ന് പണിയെടുത്ത ആ പാവപ്പെട്ടവരുണ്ടല്ലോ, അവരുടെ കണ്ണ് നിറയ്ക്കരുത്, അവരുടെ കണ്ണിലൂടെ ചോരയൊഴുകുന്ന അവസരം ഉണ്ടാവരുത്. ഇത് വെറുതെ രാഷ്ട്രീയ പ്രസംഗം നടത്തുന്നതല്ല. രാഷ്ട്രീയ പ്രഭാഷണം നടത്തിയിട്ട് കാര്യം ശരിയാവില്ല. പ്രതിപക്ഷ നേതാവിൻ്റെ വാദമൊന്നും ഇന്ന് കേരളത്തിൽ വിലപ്പോവില്ല. കാരണം 64,000 കുടുംബങ്ങളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചൊരു സർക്കാർ. അത് ഏത് രാജ്യത്താണ് നിങ്ങൾ നോക്കണം. 107ാം സ്ഥാനമാണ് ഇന്ത്യ ആഗോള വിശപ്പ് സൂചികയിൽ. എൻ്റെ അജിംസെ, പാകിസ്ഥാൻ പോലും ഇന്ത്യയേക്കാൾ മുമ്പിൽ. തീവ്രവാദികളുടെ സംഘർഷ ഭൂമിയായ അഫ്ഗാനിസ്ഥാൻ നമുക്ക് മുമ്പിൽ, ശ്രീലങ്ക ഒരു കാര്യം കൂടി ഈ സർക്കാർ ഈ പദ്ധതിയുടെ ഫോക്കസായി ഈ ഒരു മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി ലക്ഷ്യം വെക്കുന്നു, പല സാമൂഹിക ഘടകങ്ങൾ കൂടി ലക്ഷ്യം വെക്കുന്നു. ഇതൊക്കെ ശരിയാണ്. പക്ഷേ അതീവ ദരിദ്രരെ ഇല്ലാതാക്കുന്നു എന്ന പ്രഖ്യാപനം വരുമ്പോഴുള്ളൊരു പ്രശ്നം, യഥാർത്ഥത്തിൽ പട്ടിണി അനുഭവിക്കുന്ന മനുഷ്യരുണ്ട്. യഥാർത്ഥത്തിൽ എന്താണ് UN-ന്റെ മാനദണ്ഡപ്രകാരം 10, 150, 200 രൂപ ഒരു ദിവസം വരുമാനമില്ലാത്ത ആളുകൾ കേരളത്തിലുണ്ട്. സർക്കാരിൻ്റെ പ്രഥമ പരിഗണന എന്താവണമായിരുന്നു എന്നാണ് എൻ്റെ ചോദ്യം. ഞാൻ മുന്നിൽ വയ്ക്കുന്നത് വയനാട്ടിലെയും അട്ടപ്പാടിയിലെയും ആദിവാസികൾ ഉൾപ്പെടെയുള്ളവരെ കണ്ണിൽ കണ്ടുകൊണ്ടാണ്. അല്ല ആജിബ്സെ, അത് കൃത്യമാണ്. ഇവർ ധരിച്ചു വെച്ചിരിക്കുന്നത് 64,000-ന് മുകളിലാണ് കേരളത്തിലെ ST പട്ടികവർഗക്കാർ. ഇവരെല്ലാം സാമ്പത്തികമായിട്ട് പിൻവശത്ത് മാത്രമല്ല, നമ്മുടെയൊക്കെ ഇടപെടലുണ്ട്. അജിംസെ, 4 പേർ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലുണ്ട് വയനാട്ടിൽ നിന്നും ST വിഭാഗത്തിൽപ്പെട്ട. 1500 SC വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾ കേരള സർക്കാരിൻ്റെ സഹായത്തോടുകൂടി വിദേശത്ത് പഠിക്കുന്നുണ്ട്. എത്ര പേരാ പൈലറ്റായിട്ട് മാറിയെന്നറിയോ? ഇതൊന്നും ഇവർ കാണുന്നില്ല, കേരളത്തിൽ നടക്കുന്ന ഈ പ്രക്രിയ ഒന്നും. നേരത്തെ ശ്രീ വിനീത കൃത്യമായി ചൂണ്ടിക്കാണിച്ച ഒരു കാര്യം കൂടി ഞാൻ പറയാം. ഞാനതിനെ 27 വർഷത്തെ കുടുംബശ്രീയിലേക്ക് ഘടിപ്പിച്ചു. എനിക്ക് അതിനേക്കാൾ പുറകിൽ പോകണം അതിന്. കാരണം 1ാമത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ കേരളത്തിൽ വരുമ്പോൾ അത്രയും പിറകിൽ പോകണ്ട ശ്രീ അജിംസിന് എന്ത് പ്രായമുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷേ ഒരു 30 വർഷം മുമ്പ് കേരളത്തിൽ ഇന്ന് ഇടത്തരക്കാരെന്ന് പറയുന്നവരുടെ വീട്ടിൽ 3 നേരം ഭക്ഷണം വെച്ചിരുന്നില്ല അജിംസെ. ഇവിടെ രാവിലെ ഇഡ്ഡലിയും ദോശയും പുട്ടും കാര്യങ്ങളൊന്നും ഇല്ലാത്ത വീടുകളായിരുന്നു 90% കേരളീയ വീടുകൾ. ദീപാവലിക്ക് മാത്രമായി പലഹാരം കേരളത്തിൽ ഇന്ന് ഇടത്തരക്കാരായിരുന്നവർ കണ്ടത്. എങ്ങനെ മാറ്റം വന്നേ? കേരളത്തിൽ ഭൂപരിഷ്കരണം ഏർപ്പെടുത്തി. ഡോക്ടർ KR നാരായണൻ സാറിൻ്റെ ഒരു കമന്റ് നിങ്ങൾ കേട്ടാൽ മതി. അദ്ദേഹം പഠിച്ചിരുന്നപ്പോൾ ഇവിടെ 1ാമത്തെ ഭൂപരിഷ്കരണം ഏർപ്പെടുത്തിയിട്ടും എന്തുകൊണ്ടാണ് ഈ ഏറ്റവും കൂടുതൽ പട്ടികജാതിക്കാരുണ്ടാവുന്നത്? ഇപ്പോഴും ഡോക്ടർ വിനീതയുടെ കണക്ക് പ്രകാരം 25% പേര് അവരെങ്ങനെയാണ് വരുന്നത്? അവർക്ക് മാത്രമേ സ്വാഭാവികമാണ്. അത് പ്രയോജനപ്പെട്ടില്ലേ? പട്ടികജാതിക്കാരെയും പട്ടികവർഗക്കാരും ഇതിനകത്ത് 6000 പേരാണ് പട്ടികവർഗത്തിൽപ്പെട്ടവർ വന്നത്. മറ്റുള്ളവരെല്ലാം കൂടി ചേരുമ്പോഴാണ് നേരത്തെ പറഞ്ഞ 15,000-ഓളം പേര് വരുന്നത്. അപ്പൊ ഈ 15,000-ഓളം പേരെന്ന് പറഞ്ഞാൽ പേര് വന്നുള്ളൂ എന്നുള്ളത് അത് അത്ഭുതകരമാണ്. PK ഗോപൻ, അത് അത്ഭുതകരമാണ്. അതിന്റെ കാരണം എന്താണെന്നറിയോ? ഈ പറയുന്ന ഈ വലിയ സംഖ്യ 60,000 പേരിൽ കേവലം 6,000 പേരെ പട്ടികജാതിക്കാർ ഉള്ളൂ എന്ന് പറഞ്ഞാൽ അത് അത്ഭുതകരമാണ്. കാരണം അങ്ങനെയാണെങ്കിൽ വൻതോതിൽ ഇത് ഈ ജനറൽ കാറ്റഗറിയേക്കാൾ കൂടുതൽ ആളുകൾ ദാരിദ്ര്യരേഖ മറികടന്നിട്ടുണ്ടാവണം പട്ടിക വിഭാഗത്തിൽ. അല്ല, എന്റെ ചോദ്യത്തിന്റെ മർമ്മം അതാണ്. നിങ്ങൾ സർക്കാരിന്റെ പ്രഥമ പരിഗണന എന്തിനാവണമായിരുന്നു? അതീവ ദരിദ്രരെ ഇല്ലാതാക്കുന്ന പദ്ധതി പ്രഖ്യാപിക്കുമ്പോൾ നിങ്ങളുടെ പ്രഥമ പരിഗണന എവിടെയാവണമായിരുന്നു എന്നാണ് എന്റെ ചോദ്യം. അത് ജനറൽ കാറ്റഗറിയിലേക്ക് ആവണമായിരുന്നോ, അതല്ല പട്ടിക വിഭാഗത്തിലാവണമായിരുന്നോ? ഇവിടെ അതിന് ചെറിയൊരു മറുപടി നേരത്തെ വിനീതയിൽ നിന്നുണ്ടായി. ഇത് അതിദാരിദ്ര്യം കണ്ടെത്തുന്നതിനകത്ത് ജാതിയല്ല നോക്കിയത്. ഈ നിങ്ങളത് മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, ഈ വിഭാഗത്തിൽ പെട്ടതുകൊണ്ട് സംവരണത്തിന്റെ അതേ ഫിലോസഫിയാണ് LDF സർക്കാർ ഇവിടെ പ്രയോഗിച്ചിട്ടുള്ളത്. കോൺസെപ്റ്റ് വേണ്ട. EWS സംവരണത്തിന്റെ അതേ ഫിലോസഫിയാണ് ഇവിടെ പ്രയോഗിച്ചിട്ടുള്ളത്. ഞാൻ പറയട്ടെ, ഞാൻ അതൊന്ന് ക്ലാരിഫൈ. അല്ല, നിങ്ങൾ അതിനെ എങ്ങനെ ഡൈവേർട്ട് ചെയ്തുകൊണ്ടുപോയാലും അതിൽ വീഴത്തില്ല. അതല്ല അതിന്റെ കാര്യം. ഈ അതിദാരിദ്ര്യം കണ്ടെത്തുന്നതിനകത്ത് നമ്മൾ എടുത്തിട്ടുള്ള നോംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ UN-ന്റെ ചില നോംസ് ഉണ്ട്. UN എന്ന് പറയുമ്പോൾ 183. ഇന്ത്യയിൽ 183 പോയിട്ട് 50 രൂപ വരുമാനമില്ലാത്തവരുടെ ഒരു വലിയ സംഖ്യയുണ്ട്. അതാണ് ഈ 30 കോടി 26 കോടി എന്നൊക്കെ പറയുന്നത്. ഇവിടെ വരുന്നത്
പട്ടികജാതിക്കാരായി എന്നുള്ളത് കൊണ്ടോ മുന്നക്കാരക്കാരിയായെന്നുള്ളത് കൊണ്ടോ ഉള്ള വിഷയമല്ല ഇവിടുത്തുള്ളത്. ഇവിടെ വരുന്നത് അവർക്ക് ഒരു തരത്തിലും ഒരു പൈസ ഏൺ ചെയ്യാൻ പറ്റാത്തവരെയാണ് കണ്ടുപിടിച്ചത്. അവർക്ക് പരസഹായമില്ലാതെ ജീവിക്കാൻ പറ്റാത്തവരെ കണ്ടുപിടിച്ചത്. അതിനകത്ത് സ്വാഭാവികമായിട്ടും 25% SC വിഭാഗം വന്നിട്ടുണ്ട്, SC ST വന്നിട്ടുണ്ട്. അതത്ര ഭീകരമായ നമ്പരല്ല, പക്ഷേ അത്രേ ഉള്ളൂ എന്നുള്ളത് നമ്മൾ കാണണം. അത് ദുർബല വിഭാഗത്തിൽപ്പെട്ടവരിൽ പോലും 25% വന്നിട്ടുള്ളൂ. അല്ലെങ്കിൽ ഈ ആകെയുള്ള ദുർബലതയിൽ 25% SC ST വന്നിട്ടുള്ളൂ. അതിൽ 6000-ഓളം പേരാ ST. ഈ 6000 പേരല്ല എന്നിരിക്കട്ടെ, ഇത് എവിടൊക്കെയാണ് ചർച്ച ചെയ്തത് ശ്രീ അജിംസെ? നമ്മൾ ചാനൽ മുറി ഇരുന്നല്ല ചർച്ച ചെയ്തത്. വാർഡ് സഭയ്ക്കകത്ത്, ഗ്രാമസഭയ്ക്കകത്ത് ഈ ലിസ്റ്റ് അവതരിപ്പിച്ച് കോൺഗ്രസും BJP ലീഗും CPM CPI എല്ലാവരും കൂടി ഇരുന്ന് പരിശോധിച്ച ലിസ്റ്റ് അവിടുത്തെ ജനപ്രതിനിധികൾ ഒക്കെ പറഞ്ഞ്, അവിടുത്തെ VOമാർ ഒക്കെ പറഞ്ഞ്, അവിടുത്തെ സംവിധാനം ഫോക്കസ് ഗ്രൂപ്പ് ഒക്കെ പറഞ്ഞ്, ഇതല്ലാതെ ഗവൺമെന്റ് പ്രത്യേകമായിട്ട് രഹസ്യമായിട്ട് വാങ്ങിച്ചൊരു ആപ്ലിക്കേഷൻ ഫോമല്ല. അങ്ങനെ നടത്തിയ സർവേയിൽ എലിമിനേറ്റ് ചെയ്ത് പോയിട്ടുള്ളവരുണ്ടോ? അത് ഇന്ന് തദ്ദേശ മന്ത്രി പറഞ്ഞു. നമുക്ക് ആ ഒരു മാനദണ്ഡത്തിനകത്ത് വരുന്നവർ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് തുടർ സംവിധാനമായി മാറും. അത് ഞാൻ നേരത്തെ പറഞ്ഞു. ഇത് ഒരു കൃത്യമായ കോൺക്രീറ്റ് നമ്പർ അല്ല ഇത്. ഈ നമ്പർ ഇപ്പൊ നമ്മൾ നടത്തിയ സർവേയിൽ എത്തപ്പെട്ട പ്രോസസ്സിങ്ങിന്റെ ഭാഗമായി വന്നതാണ് 64,000. അതുകൊണ്ട് കേരളത്തിന്റെ ദാരിദ്ര്യം ഇല്ലാതായെന്നല്ല. ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിച്ചാൽ മാത്രം തീരുന്നതല്ല ഇന്നത്തെ കാലത്ത്. ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം. ഒരു വീട്ടിൽ മറ്റുള്ള അയലത്തെ വീട്ടിലെല്ലാം ടെലിവിഷൻ ഉണ്ട്, ആ വീട്ടിൽ ടെലിവിഷൻ ഇല്ല. മറ്റയലത്തെ വീട്ടിലെല്ലാം നല്ലതുപോലെ വസ്ത്രമുണ്ട്, ആ വീട്ടിൽ വസ്ത്രമില്ല. അത് ദാരിദ്ര്യത്തിന്റെ ലക്ഷണമാണ്. ദാരിദ്ര്യം 100% ഇല്ലാതാക്കിയെന്നല്ല, നേരെ മറിച്ച് പരസഹായമില്ലാത്ത മനുഷ്യൻ നാളെ കേരളത്തിൽ ഭക്ഷണം കഴിക്കാതെ കിടക്കില്ല. അത്താഴപ്പട്ടിണിക്കാരുണ്ടോ എന്നുള്ള പഴയ ജന്മി കുടുംബത്തിന്റെ പടിപ്പരയിൽ നിന്നുള്ള ചോദ്യം നാളെ കേരളത്തിൽ ഒരു മുഖ്യമന്ത്രി ഉയർത്തുകയാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു നേരത്തെയോ 2 നേരത്തെയോ 3 നേരത്തെയോ ഭക്ഷണമില്ലാതെ കിടന്നുറങ്ങേണ്ടി വരുന്ന ഒരു സാഹചര്യം ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് കാലത്ത് ഉണ്ടാകാൻ പാടില്ല എന്ന രാഷ്ട്രീയ നിശ്ചയദാർഢ്യമാണ് അജിംസ ഇതിന്റെ പിറകിൽ പ്രവർത്തിക്കുന്നത്. ഇത് തെരഞ്ഞെടുപ്പിൽ തോറ്റാലും ജയിച്ചാലും വന്നാലും ഇല്ലെങ്കിലും ശരി, പട്ടിണി കിടക്കുന്ന മനുഷ്യരെ ചേർത്ത് പിടിക്കുന്ന ഒരു പൊളിറ്റിക്സ് ആയത്. ശരി, ശ്രീ റിജിൽ മാക്കുറ്റി, ഇപ്പോൾ നോക്കൂ, ഒരു UDF സർക്കാരാണ് ഈ പദ്ധതി നടപ്പാക്കുന്നതെങ്കിലും അതിന്റെ ഫോക്കസ് ഇങ്ങനെ തന്നെ ആവുകയുള്ളൂ. കാരണം ഒരു ജനകീയ സർക്കാരിനെ സംബന്ധിച്ച് ഇതിനെ ഒരു പ്രത്യേക സാമൂഹിക കാറ്റഗറിയുടെ ഫോക്കസ് അനുസരിച്ച് നടപ്പാക്കണം എന്ന് വിചാരിച്ചാൽ പോലും നടക്കില്ല. കാരണം അത് നടപ്പാക്കണമെന്ന് വിചാരിച്ചാൽ തന്നെ പട്ടികജാതി പട്ടികവർഗ വികസന ഫണ്ട് ഉപയോഗിച്ച് നടപ്പാക്കുന്ന എന്തെങ്കിലും ഒരു പദ്ധതി ആയി മാറും. ഇത് പക്ഷേ ബഹുതല സ്പർശിയായ ഒരു മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി ഇറാഡിക്കേഷൻ എന്ന് തന്നെ വിളിക്കാവുന്ന ഒരു രീതിയാണ്. അതിൽ ഈ പറയുന്ന കാറ്റഗറി നോക്കിക്കഴിഞ്ഞാൽ സാമൂഹികമായ കാറ്റഗറി ഒന്നും നോക്കിയിട്ടില്ല എന്നുള്ളതാണ്. അതൊരു സ്പെഷ്യൽ ഫോക്കസ് ഡ്രിവൺ പ്രൊജക്റ്റ് എന്ന് വേണമെങ്കിൽ പറയാവുന്ന തരത്തിൽ വ്യത്യസ്ത ഫോക്കസുകളുള്ള ഒന്നാണ് എന്ന് വിളിക്കാം. ഇപ്പോൾ നിങ്ങളുടെ പ്രശ്നം ഇതിനെ ഒരു പോവർട്ടി ഇറാഡിക്കേഷൻ എന്ന് തന്നെ വിളിക്കുന്നതാണോ പ്രശ്നം? അതല്ല, ഇതിനെ ഇങ്ങനെ ഒരു ആഘോഷപൂർവ്വം നാളെ ഒരു കുറേ സെലിബ്രിറ്റികൾ പങ്കെടുക്കുന്ന ചടങ്ങാണ്, അതാണോ പ്രശ്നം? യഥാർത്ഥത്തിൽ ആ പ്രശ്നത്തിന്റെ മർമ്മം എന്താണ് നിങ്ങളുടെ? ശ്രീ അജിംസെ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, പ്രതിപക്ഷ നേതാവ് സൂചിപ്പിച്ചതുപോലെ ഈ പറയുന്ന ആളുകളെ, അതീവ ദരിദ്ര ആയ ആളുകളെ അവരെ മുക്തമാക്കുന്നതിനും ഞങ്ങൾ എതിരല്ല എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇവർ പറഞ്ഞ കണക്കും മാനദണ്ഡവും അനുസരിച്ച് അത് ലോജിക്കൽ അല്ല എന്നുള്ളതാണ് ഞങ്ങളെ പ്രശ്നതാണ്. അപ്പോൾ ഇവർ പറയുന്ന 64,006 ആളുകൾ മാത്രമാണ് ഈ പറയുന്ന അതീവ ദരിദ്രരായിട്ടുള്ള ആളുകൾ എന്ന് പറയുമ്പോൾ നമ്മുടെ മുമ്പിലുള്ള കണക്ക് വ്യത്യസ്തമല്ലല്ലോ. 5,91,194 ആളുകൾ ഇവിടെ പരമദരിദ്രന്മാരായിട്ട് നിൽക്കുമ്പോൾ ആ മാനദണ്ഡത്തിന്റെ നിശ്ചയം എന്താണ് എന്ന ചോദ്യത്തിന് ഉത്തരം ഇവർ പറയണം. അന്നേരം അവർ പറയുന്നൊരു കാര്യം, ഞങ്ങൾ ചികിത്സ കൊടുത്തു. ചികിത്സ ഒരു കുടുംബത്തിന് ഒരാൾക്ക് ചികിത്സ കൊടുത്താൽ, ഈ പറയുന്ന കാറ്റഗറി തിരിച്ച് ചികിത്സ കൊടുത്താൽ അവരും ഇവരുടെ പ്രധാനപ്പെട്ട അതീവ ദരിദ്ര പട്ടികയിൽ നിന്ന് വരും എന്ന് മാറി എന്ന് പറയുമ്പോൾ അതിന്റെ ലോജിക് അതാണോ ഇത് കാര്യങ്ങൾ ഇവർ നിശ്ചയിക്കുന്നത്? അതോടൊപ്പം തന്നെ ഇവർ വീടിനെ കുറിച്ച് പറയാണ്. വീടിനെ കുറിച്ച് പറയുമ്പോൾ ലൈഫ് മിഷനിൽ 1,29,061 പേർക്ക് ഇനിയും വീട് കിട്ടാനുണ്ട്. അപ്പൊ സ്വാഭാവിക വീടിന്റെ ഇത്രയും ആളുകൾ വരുമ്പോൾ വീട് ഒരു മാനദണ്ഡമായിരുന്നോ? വീട് മാനദണ്ഡമാക്കിയിട്ടാണോ ഇവർ ഇതിനകത്ത് പട്ടിക? അപ്പോൾ 64,000 മതിയാവോ? അതോടൊപ്പം തന്നെ ഇപ്പോൾ നിങ്ങളിവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആദിവാസികളായി നിൽക്കുന്ന ആളുകൾ, ആ ആളുകളെ എത്ര ആയിരക്കണക്കിന് ആളുകൾ അവിടെ ഇനിയും ഇതുപോലെ ആനുകൂല്യം അവർ കിട്ടേണ്ടവരുണ്ട്. സ്വാഭാവികമായി ഈ കേരളത്തിലെ അട്ടപ്പാടിയിലെ മധു, ഈ കേരളത്തിൽ പിണറായി വിജയൻ എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി ഭരിക്കുമ്പോൾ തന്നെയല്ലേ അദ്ദേഹം തല്ലിക്കൊല്ലപ്പെട്ടത്? എന്തിനാണെന്ന് ഈ നാട്ടിലെ ജനങ്ങൾക്കറിയാലോ.
അവിടെയൊക്കെ സുഭിക്ഷമായ ഭക്ഷണം കഴിച്ചിട്ടാണോ, സുഭിക്ഷമായ ആരോഗ്യ സംവിധാനം ഉള്ളത് കൊണ്ടാണോ? ആ മേഖലയിൽ പ്രസവിച്ചാൽ പോലും വാഹനങ്ങൾ എത്താത്ത ആളുകൾ എത്രയോ സ്ഥലങ്ങൾ ഉണ്ടായതിന്റെ വാർത്തകൾ വന്നിട്ടില്ലേ? അരിവാൾ രോഗവും അതോടൊപ്പം തന്നെ അനീമിയ ഉൾപ്പെടെയുള്ള രോഗങ്ങൾ വന്ന് പോഷകാഹാര കുറവിന്റെ ഭാഗമായി എത്രയോ കുട്ടികൾ മരണപ്പെട്ടതുമായി ബന്ധപ്പെട്ട എത്ര ഫീച്ചറുകളും വാർത്തകളും വന്നിട്ടുണ്ട്. സ്വാഭാവികം അവരെയൊക്കെ അഡ്രസ് ചെയ്തിട്ടുണ്ടോ? ഗോവനും ഡോക്ടർ വിനീത വിജയനും സമ്മതിക്കുന്ന ഒരു കാര്യം, ഈ പറയുന്ന കാറ്റഗറിയിൽപ്പെട്ട ആളുകൾ ഇപ്പോഴും പദ്ധതിക്ക് പുറത്തുണ്ടാകാം എന്നുള്ളതാണ്. ഇല്ല എന്നല്ല അവർ പറയുന്നത്. പുറത്ത് ആയിരക്കണക്കിന് ആളുകളുണ്ട് എന്നുള്ളതാണ്, ഒന്നും രണ്ടും ഒന്നുമല്ല. നിങ്ങൾ കണക്ക് കൃത്യമായ സർവേ എടുക്ക്. ഞാൻ വെല്ലുവിളിക്ക് ഈ പറയുന്ന ഈ സ്റ്റാറ്റിസ്റ്റിക്സും അതോടൊപ്പം തന്നെ നിങ്ങൾ പറയുന്ന കുടുംബശ്രീയും അതുമായി ബന്ധപ്പെട്ട് കണക്കെടുത്തിട്ട് ഇപ്പൊ പറയുന്ന സാമൂഹ്യ നിരീക്ഷക എന്ന് പറയുന്ന LDFന്റെ ഭാഗമായി നിൽക്കുന്നവർ തന്നെയാണ് അവർ. അവരുൾപ്പെടെ പറയുന്ന ആളുകളോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്, നിങ്ങൾ ഇപ്പോൾ ഒരു സർവേ എടുക്ക്. നിങ്ങൾക്ക് ഈ വയനാട്ടിലെ അതോടൊപ്പം തന്നെ അട്ടപ്പാടിയിലെ അതോടൊപ്പം തന്നെ ഇടുക്കിയിലെ ആദിവാസി മേഖലയിലേക്ക് നിങ്ങൾ കടന്നുപോ. നിങ്ങൾ സർവേ എടുക്ക്, എന്നിട്ട് നിങ്ങൾ പരിശോധിക്കുക. എന്നിട്ട് ഈ വരുന്ന ആളുകൾ ഇത്ര ആളുകൾ മാത്രമേ അവിടെ ഉള്ളൂ എന്ന് പറ. ഇത്ര ആളുകൾ മാത്രം, ബാക്കി എല്ലാവരും ദാരിദ്ര്യമുക്തമായി എന്ന് പറ. അവർക്കൊക്കെ പോഷകാഹാരം കിട്ടുന്നുണ്ട് എന്ന് പറ, അവർക്കൊക്കെ വീട് കിട്ടുന്നുണ്ട് എന്ന് പറ, അവർക്ക് മറ്റ് ആനുകൂല്യങ്ങൾ കിട്ടുന്നുണ്ട് എന്ന് പറ. അപ്പൊ നിങ്ങൾ എടുത്ത കണക്ക്, നിങ്ങൾ ഒരു കണക്ക് അവതരിപ്പിച്ചുകൊണ്ട് നിങ്ങൾ ഈ കേരളത്തിനകത്ത് പിണറായി വിജയൻ സർക്കാർ ഭരിക്കുമ്പോൾ ഇവിടെ അതിദാരിദ്ര്യമില്ലാത്ത നാടാണ് എന്ന് പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി നിങ്ങൾ തെരഞ്ഞെടുപ്പിന് മുമ്പ് കാണിക്കുന്ന ഒരു ഗിമ്മിക്കാണ്. കട കാലിയാകുമ്പോൾ വമ്പൻ ഓഫർ എന്ന് പറയുന്ന പോലെ നിങ്ങൾ കഴിഞ്ഞ ദിവസം പെൻഷനും അതോടൊപ്പം തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരളത്തിന്റെ ധനസ്ഥിതിയെ കുറിച്ച് ഈ നാട്ടിലെ ജനങ്ങൾക്ക് നന്നായിട്ട് അറിയാം. എത്രയോ കോടിക്കണക്കിന് രൂപ കെട്ടിട നിർമ്മാണ തൊഴിലാളികൾക്ക് പിന്നെ ഫണ്ട് കൊടുക്കാൻ ഈ കേരളത്തിനകത്ത് ഇല്ല എന്നുള്ളത് വസ്തുതയായി നിൽക്കുമ്പോഴാണ് നിങ്ങൾ ഇത്തരം പ്രഖ്യാപനങ്ങളൊക്കെ നടത്തി മുമ്പോട്ട് വന്നത്. 6 മാസം മാത്രമേ ഉള്ളൂ. 6 മാസത്തിന് തെരഞ്ഞെടുപ്പിന് അതിനു വേണ്ടിയാണ് നിങ്ങൾ നടത്തുന്നത് എന്ന് ഈ നാട്ടിലെ അരിയാഹാരം കഴിക്കുന്ന ആളുകൾക്കറിയാം. നിങ്ങൾ ഈ പറയുന്ന ആളുകൾ, ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ ആളുകൾ, നിങ്ങൾക്ക് വേണ്ടി കുഴലൂത്ത് നടത്തിയവരാണ്. നിങ്ങളുടെ പ്രൊജക്ടുകളെ ഇംപ്ലിമെന്റ് ചെയ്യാൻ നേതൃത്വം കൊടുത്തവരാണ്. അവരൊക്കെ ഇടതുപക്ഷത്തിന്റെ ആളുകളാണ്. അവരെ നിങ്ങൾ ബോധ്യപ്പെടുത്ത്. അവരിപ്പോൾ നിങ്ങൾ പറയും ചാനൽ മുറികളിലും അതോടെ സെമിനാർ ഹാളിലും മാത്രമാണ് അവരെങ്കിൽ അവർ പറയുന്ന പല ന്യായങ്ങളെയും കാര്യങ്ങളും നിങ്ങൾ അംഗീകരിച്ചിട്ടില്ലേ? അപ്പൊ സ്വാഭാവികം അവർ നിങ്ങളുടെ കള്ളത്തരം ഉണ്ട് എന്ന് ബോധ്യപ്പെട്ടപ്പോഴാണ് അവർ പോലും നിങ്ങൾക്കെതിരായി നിലപാട് സ്വീകരിച്ചത്. അല്ലാതെ നിങ്ങൾ ഈ നാട്ടിനകത്ത് ഇത്തരത്തിലുള്ള ഒരു സുതാര്യമായിട്ടാണ് എല്ലാവരെയും ചേർത്തുകൊണ്ടാണ് നിങ്ങൾ നടത്തിയെന്ന് പറയുമ്പോൾ നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിന് വേണ്ടി 5 ലക്ഷം, അതാണ് അങ്ങനെയാണെങ്കിൽ ഈ 5 ലക്ഷത്തിൽ പറയുന്ന 64,000 കഴിച്ച് ബാക്കി ആളുകൾ എല്ലാ സമ്പന്നമാണോ? അവർക്ക് എല്ലാ കാര്യങ്ങളും കിട്ടിയിട്ടുണ്ടോ? അവർക്ക് മരുന്ന് കിട്ടുന്നുണ്ടോ? അവർക്ക് മറ്റു കാര്യങ്ങൾ കിട്ടുന്നുണ്ടോ? നിങ്ങൾ പറയണ്ടേ? അവർ ഈ പറയുന്ന നിങ്ങൾ കൊടുത്ത നിങ്ങളുടെ മന്ത്രി നിയമസഭയിൽ പറഞ്ഞ കണക്ക് പ്രകാരം നിങ്ങളുടെ കൃത്യമായ അവലോകനത്തിന്റെ കൃത്യമായ നിരീക്ഷണത്തിന്റെ നിങ്ങളുടെ സർക്കാർ സംവിധാനം ഉപയോഗിച്ച് കണ്ടെത്തിയ കണക്കല്ലേ ഈ 5 ലക്ഷത്തി ആളുകളുടെ കണക്ക്. ആ കണക്ക് അവിടെ ഉണ്ടാകുമ്പോൾ നിങ്ങൾ സ്പെഷ്യലായിട്ട് നടത്തി ഇവരെ മാറ്റി വെച്ചുകൊണ്ട് ഞങ്ങൾ ഇത്തരം 64,000 ആളുകളെ കണ്ടു എന്ന് പറയുമ്പോൾ അവർക്കൊക്കെ എല്ലാ കാര്യങ്ങളും കിട്ടിയിട്ടുണ്ടോ എന്ന ചോദ്യമാണ്. അപ്പൊ ലക്ഷക്കണക്കിന് ആളുകൾ അവിടെ കിടക്കല്ലേ? അവരെപ്പോ അഡ്രസ് ചെയ്യും? അവരുടെ പ്രയാസങ്ങൾ എപ്പോ അഡ്രസ് ചെയ്യും? അത് നിങ്ങൾ പറയണ്ടേ? ശരി. ഡോക്ടർ വിനീത വിജയൻ, ഇവിടെ PK ഗോപൻ ഈ പറയുന്ന വിമർശനം ഉന്നയിച്ച സാമൂഹ്യ പ്രവർത്തകരെ കുറിച്ചൊരു എലീറ്റിസ്റ്റ് നോഷനോടുകൂടി സംസാരിച്ചു. അവർ സെമിനാർ ഹാളുകളിലും ചാനൽ ചർച്ചകളിൽ ഇരിക്കുന്നവരാണ്. പക്ഷേ ആ വിമർശനം ഉന്നയിച്ചവരിൽ പലരും സംസ്ഥാന സർക്കാർ തന്നെ പിൻപറ്റിയ പല പഠനങ്ങളും പുറത്തിറക്കിയവരാണ്. നമ്മളെല്ലാം റെഫർ ചെയ്യുന്ന പല പഠനങ്ങളും പുറത്തിറക്കിയ ആളുകളാണ്. അവരാരും സെമിനാർ ഹാളിൽ മാത്രമുള്ളവരുമല്ല. അവർ ഈ പറയുന്ന പഠനരംഗത്തുണ്ട്, മണ്ണിലിറങ്ങി പഠിക്കുന്നവരാണ്, സമരരംഗത്ത് പോലുള്ളവരുണ്ട്, പരിഷത്തിന്റെ പ്രവർത്തകരുണ്ട്. പരിഷത്തിനോളം മണ്ണിലിറങ്ങി പ്രവർത്തിച്ചിട്ടുള്ള പാരമ്പര്യമുള്ളൊരു സംഘടനയിലല്ലോ RVG മേനോൻ ഉദാഹരണം. അപ്പോൾ അവർ ഉന്നയിച്ച ചോദ്യങ്ങൾ പൂർണ്ണമായും തള്ളിക്കളയുക. സർക്കാരിന് വേറൊരു തരം ഫോക്കസാണ്. ആ ഫോക്കസ് ഇതാണ് എന്ന് വിശദീകരിക്കുന്നതിന് പകരം അവരെ എലീറ്റിസ്റ്റ് എന്നൊക്കെ ആരോപിക്കുന്നത് എത്രമാത്രം സംഗതമാണ്? അത്തരത്തിലുള്ള ആരോപണങ്ങളോട് വിയോജിപ്പ് തന്നെയാണുള്ളത്. തീർച്ചയായിട്ടും വിമർശനങ്ങൾ ഏതൊരു ജനാധിപത്യ സംവിധാനത്തിലും വിമർശനങ്ങൾ എന്ന് പറയുന്നത് സ്വീകരിക്കപ്പെടേണ്ടത്. അപരൻ്റെ ശബ്ദം സംഗീതം പോലെ അല്ലെങ്കിലും സാമാന്യ മര്യാദയോടുകൂടിയെങ്കിലും കേൾക്കേണ്ട ഉത്തരവാദിത്തമുള്ളവർ തന്നെയാണല്ലോ ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെയും വക്താക്കൾ. അപ്പോൾ എതിർ ശബ്ദങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാകും, വിയോജിപ്പുകൾ ഉണ്ടാകും. നമ്മൾ ആ വിയോജിപ്പുകൾ ഉള്ളപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മളുടെ കേരളം എന്ന് പറയുന്നത് ഈ ഒരു അതിദാരിദ്ര്യ പ്രഖ്യാപനത്തിൽ മാത്രമല്ല, ഇപ്പം ശിശു കൗമാര മരണനിരക്കിൽ, മാതൃ ആരോഗ്യത്തിൽ, സ്കൂൾ വിദ്യാഭ്യാസ നിരക്കിൽ, സ്കൂൾ ഹാജർ ശതമാനത്തിലും ശുചിത്വത്തിലും ഉൾപ്പെടെ ഇന്ത്യയിൽ തന്നെ അത്തരം വികസന സൂചികകളിലും വളരെ മുന്നോട്ട് നിൽക്കുന്ന ഒരു സംസ്ഥാനം കൂടിയാണ്. നമ്മൾ ഈ ദാരിദ്ര്യത്തിൻ്റെ മാനദണ്ഡങ്ങൾ എടുത്തു നോക്കുമ്പോൾ അതിൽ ഈ പറയുന്ന 4 അടിസ്ഥാന മാനദണ്ഡങ്ങൾ മാത്രമല്ല, പോഷകാഹാരം, പാചക ഇന്ധനം തുടങ്ങിയിട്ട് ശുചിത്വവും കുടിവെള്ള ലഭ്യതയും തുടങ്ങിയിട്ട് ഒത്തിരിയേറെ മാനദണ്ഡങ്ങളെ
അതിൻ്റെ പുറത്ത് നിൽക്കുന്നവരാരൊക്കെയാണ്, അതിൽ ഏറ്റവും കൂടുതൽ പരിഗണിക്കേണ്ടവരാരാണെന്ന് കണക്കാക്കിയിട്ട് ഈ അതിദാരിദ്ര്യ പട്ടിക പുറത്തു വിടുമ്പോൾ ആ അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം ഒരുപക്ഷെ ഇത്രയും ജനകീയ പങ്കാളിത്തത്തോടു കൂടി കേരളത്തിൽ നടപ്പിലാക്കിയ പദ്ധതികൾ വളരെ കുറവായിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മനസ്സോടിത്തിരി മണ്ണ് ഇത് ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് നടപ്പിലാക്കിയതാണ്. ഭൂമി ഇല്ലാത്ത ആളുകൾക്ക്, വ്യക്തികൾ, പൊതു ഇടത്തിലുള്ള ആളുകൾ ഭൂമി ദാനം ചെയ്യുന്ന തരത്തിലുള്ള ഈ ഭരണകൂടത്തിന്റെ പരാജയം കൂടിയാണ് വിനീത. അത് വേറെ ഒന്നാണ്, പരാജയം കൂടിയാണ്. അത് ഭരണകൂടത്തിന്റെ മാത്രം നേട്ടമല്ല അജിംസെ. ഞാൻ പറയുന്നത് ഭരണകൂടത്തിന്റെ മാത്രം നേട്ടമല്ല, ഇതൊരു പൊതുസമൂഹത്തിന്റെ ചേർത്തുപിടിക്കലിലും കൂടെ വന്നിട്ടുള്ള ഒരു ചാരിറ്റി വേണ്ടി വരുന്നത് വിനീത. പുറത്തു വന്നിട്ടുള്ളത് ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് ചാരിറ്റി വേണ്ടി വരുന്നത് ഭരണകൂടം പരാജയപ്പെടുമ്പോഴാണ്. അങ്ങനെയാണെങ്കിൽ നാളെ പ്രഖ്യാപിക്കുന്നത് അതുകൂടിയാണ് എന്നുകൂടി മനസ്സിലാക്കണം. തീർച്ചയായിട്ടും അതെ. പക്ഷേ തീർച്ചയായിട്ടും ആ ഒരു എന്താണ് ന്യൂനതയും കൂടി അതിൻ്റെ അകത്ത് ഉണ്ട് എന്നുള്ളതും കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പക്ഷെ അപ്പോൾ പോലും സാമൂഹ്യ സുരക്ഷാ മിഷനും ഡാറ്റ അനലിറ്റിക്സ് രേഖയും സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡും ഒക്കെ ചേർന്ന് നടത്തിയിട്ടുള്ള ഫീൽഡ് സ്റ്റഡിയുടെ ഭാഗമായിട്ട് നടത്തുന്ന ഈ ഒരു പ്രഖ്യാപനത്തെ വിശ്വസിക്കേണ്ട കാര്യമില്ല എന്നാണ് ഇതിൻ്റെ ഗുണഭോക്താക്കളിൽ ഒരുപാട് പേരെ ഈ ഒരു പദ്ധതിയുടെ പ്രവർത്തന ഘട്ടങ്ങളിൽ തന്നെ നേരിട്ടറിയാൻ സാധിച്ച ഒരാളെന്നുള്ള രീതിയിൽ ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ അതോടൊപ്പം തന്നെ ഞാൻ പറയുന്നൊരു കാര്യം, ഇത് അജിംസ് സൂചിപ്പിച്ച പോലെയോ ശ്രീ ഗോപൻ സാർ സൂചിപ്പിച്ചതുപോലെ ഇതൊരു സുസ്ഥിരമായി നിൽക്കുന്ന ഒരു ഡിജിറ്റല്ല. ഇത് മാറാം. നാളെ ഇതിനൊരു മാറ്റം ഉണ്ടാവാതിരിക്കണമെങ്കിൽ താൽക്കാലികമായി ലഭ്യമാക്കിയിട്ടുള്ള തൊഴിലവസരങ്ങളെ സുസ്ഥിരമാക്കി മാറ്റുകയും വിദ്യാഭ്യാസ ശാക്തീകരണം നടത്തുകയും ഒപ്പം സാമൂഹ്യ സുരക്ഷാ പദ്ധതികളുടെ നിരന്തരമായിട്ടുള്ള വിലയിരുത്തലും അതിൻ്റെ മുന്നോട്ട് പോക്കും ഒക്കെ ഉറപ്പുവരുത്തുകയും ഒപ്പം നമ്മൾ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഗ്രാമീണ മേഖലയിലാണ് ഈ ഇത്തരത്തിൽ അതിദരിദ്രരായിട്ടുള്ള ആളുകളുടെ എണ്ണം വളരെ കൂടുതലായിട്ട് ഒരു 80%-ലധികവും 20% മാത്രമാണ് കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റി മേഖലകളിൽ അതിദരിദ്രരെ കണ്ടെത്തിയിട്ടുള്ളത്, അതീവ ദരിദ്രരെ. ബാക്കി 80%-വും എവിടെയാണ്? ഗ്രാമപ്രദേശങ്ങളിലാണ്. അപ്പോൾ ഈ ഗ്രാമ നഗര വികസന അസമത്വം പരിഹരിക്കുന്നതിന് മുൻനിർത്തിയിട്ടുള്ള വളരെ നമ്മളിപ്പോൾ പോവർട്ടി ഇറാഡിക്കേഷൻ മിഷനൊക്കെ എത്രയോ വർഷങ്ങളായിട്ട് മുന്നോട്ട് പോയിട്ട് ഈ ഗ്രാമ നഗര അസമത്വം ഇപ്പോഴും പരിഹരിക്കപ്പെട്ടിട്ടില്ല എന്നുകൂടിയാണ് ഇതിനോടൊപ്പമുള്ള പുറത്തു വരുന്ന കണക്കുകൾ വെളിപ്പെടുത്തുന്നത്. അപ്പം അത്തരത്തിൽ ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള ഇപ്പോൾ ദാരിദ്ര്യത്തെ ഇല്ലായ്മ ചെയ്യാനും ഈ സാമൂഹ്യമായിട്ടുള്ള ഈ സുരക്ഷാ കവചം ഒരുക്കുന്ന തരത്തിൽ ഗവൺമെൻറ് ജനങ്ങളിലേക്ക് എത്തുന്ന തരത്തിലുള്ള പദ്ധതികൾക്ക് സാധിക്കുമെന്ന് ഇത് തെളിവാണെങ്കിൽ ആ ഒരു കരുതലും ആ ഒരു മുന്നോട്ട് പോക്കും ദീർഘദർശനവും ഇനി അങ്ങോട്ടുള്ള എല്ലാ നമ്മുടെ വികസന പദ്ധതികളിലും ഉണ്ടാവുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും മാതൃകാപരമായിരിക്കുമെന്ന് തന്നെയുള്ള പ്രത്യാശയുണ്ട്. നാളെ പ്രഖ്യാപിക്കപ്പെടുന്നത് അതീവ ദരിദ്രർ ഇല്ലാതാവുന്ന കേരളത്തെ കുറിച്ചല്ല, മറിച്ച് സർക്കാർ കഴിഞ്ഞ 4 വർഷമായി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന പ്രത്യേക ഫോക്കസുള്ള ഒരു ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയുടെ പ്രഖ്യാപനം മാത്രമാണ് എന്ന് പ്രേക്ഷകർ മനസ്സിലാക്കുക. പറഞ്ഞോളൂ ഗോപൻ. അജിംസെ ഒരു വാചകം പറഞ്ഞോളൂ. ഒറ്റ വാചകം ദയവായിട്ട് ഈ ചർച്ചയിൽ തെറ്റിദ്ധരിപ്പിക്കരുത്. ഞാനൊരു കാര്യം പറയാം. ഞാൻ അങ്ങനെ ആരെക്കുറിച്ചും ഞാനൊരു ഫാനാന്ന് പറയാറില്ല, പക്ഷേ RVG മേനോന്റെ ഒരു കുഞ്ഞ് ഫാൻ കൂടിയാണ് ഞാൻ. RVG മേനോൻ ഇപ്പൊ അവരെ ആരെയും നമ്മൾ കിട്ടിയില്ല. അവരുടെ പോസിറ്റീവായ ഏത് നിർദ്ദേശത്തെ സ്വീകരിക്കും. അവർ പൊളിറ്റിക്സ് വെച്ചോണ്ടല്ല പറയുന്നേ, അവരൊരു ഉത്കണ്ഠ വെച്ചാ പറയുന്നത്. യാഥാർത്ഥ്യം പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് പ്രശ്നമല്ല. നിങ്ങൾക്ക് മംഗളപത്രം എഴുതിയെങ്കിൽ നിങ്ങൾക്ക് വലിയ ആളായിരുന്നു. നിങ്ങൾക്ക് മംഗളപത്രം എഴുതിയിട്ടില്ല. അവർ യാഥാർത്ഥ്യം മനസ്സിലായി. നമ്മൾ പ്രേക്ഷകർ മനസ്സിലാക്കേണ്ടത് നാളെ പ്രഖ്യാപിക്കുന്നത് ദരിദ്രരില്ലാത്ത കേരളത്തെ കുറിച്ചല്ല, സർക്കാർ കഴിഞ്ഞ 4 വർഷമായി നടപ്പാക്കുന്ന ഒരു പദ്ധതി പ്രഖ്യാപിക്കുന്നു. അതിന് അതീവ ദരിദ്രമുക്ത കേരളം എന്ന പേരുപയോഗിക്കുന്നതാണ് ഇപ്പോൾ വിവാദമായിരിക്കുന്നതെന്ന് മാത്രം മനസ്സിലാക്കുക. നന്ദി ശ്രീ PK ഗോപൻ, റിജിൽ മാക്കുരി, ഡോക്ടർ വിനീത ഇത്രയും സംസാരിച്ചത്.